ഹായ് എവ്രിവൺ, ഏവർക്കും നമസ്കാരം. I+ ട്രെയിനിങ് സൊല്യൂഷന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. പഠനമൊക്കെ എവിടം വരെ എത്തി എല്ലാവരുടെയും നമുക്കറിയാം. നെറ്റ് പരീക്ഷ, HST പരീക്ഷ എല്ലാം നമ്മുടെ പടിവാതിൽ നിൽക്കുകയാണ്. ജൂലൈ മാസത്തിൽ തന്നെ നമുക്ക് സെറ്റ് പരീക്ഷയും വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും വിവിധ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണെന്നറിയാം. അപ്പൊ മുൻകാല ചോദ്യപേപ്പറുകളിലെ ഏതാനും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോ ചോദ്യങ്ങൾ മാത്രമല്ല, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, നമ്മൾ അതിന്റെ ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ട്, ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ആ ചോദ്യവുമായി ബന്ധപ്പെട്ടിട്ട് പഠിച്ചിരിക്കേണ്ട മറ്റു കാര്യങ്ങൾ കൂടി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ 15 ചോദ്യങ്ങളാണ് ഇന്നത്തെ ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 3 പാർട്ടായിട്ടായിരിക്കും ക്ലാസ് വരിക. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ് ആണ് ഇന്നത്തേത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെ നമ്മൾ 15 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ചോദ്യം കാണും, ഉത്തരം കാണും, കൃത്യമായിട്ട് ഉത്തരം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം 15 ചോദ്യത്തിന് എത്ര ചോദ്യങ്ങൾ നിങ്ങൾക്ക് ശരിയായി എന്നുള്ളത് ലാസ്റ്റ് കമന്റ് ആയിട്ട് നിങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ ആദ്യത്തെ ചോദ്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നാടോടി വിജ്ഞാനീയം എന്ന മേഖലയുമായി ബന്ധപ്പെട്ടിട്ടാണ്. രണ്ടാമത്തെ ഭാഗത്ത് നിന്ന് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? വിമർശനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പൊ നാടോടി വിജ്ഞാനീയം, വിമർശനം, പിന്നെ ഭാഷാശാസ്ത്രം, ഈ 3 മേഖലയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. 15 ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോ ചോദ്യങ്ങളിലേക്ക് കടക്കുകയല്ലേ. ആദ്യ ചോദ്യം നോക്കിയാലോ? എല്ലാവരും ഉത്തരം പറയാൻ റെഡിയല്ലേ? ആരും മടി പിടിച്ചിരിക്കുന്നു വേണ്ട കേട്ടോ. കൃത്യമായിട്ട് റിപ്പീറ്റേഷൻ കൂടിയിട്ടുള്ള ചോദ്യങ്ങൾ തപ്പി പിടിച്ച് കണ്ടെത്തിയിട്ടാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ മുൻകാല ചോദ്യപേപ്പറിലെ ചോദ്യങ്ങൾ തന്നെയാണ്. യെസ്. അപ്പൊ ആദ്യത്തെ ചോദ്യം നോക്കാം. കാമപൂജ, നെടുമംഗല്യം എന്നിവയുമായി ബന്ധപ്പെട്ട നാടൻ കലാരൂപങ്ങൾ. ഓരോ കലാരൂപങ്ങൾക്ക് പിന്നിലും ഓരോ ഇതിവൃത്തം ഉണ്ട് ഇല്ലേ? നമ്മൾ കൃത്യമായിട്ട് നാടോടി വിജ്ഞാനീയം ക്ലാസ് എടുക്കുന്ന സമയത്ത് ഓരോ കലാരൂപങ്ങൾ പറയുന്ന സമയത്തും അത് പറയാറുണ്ട്. അപ്പൊ ഈ ചോദ്യം നോക്കൂ. കാമപൂജയുമായി ബന്ധപ്പെട്ടും നെടുമംഗല്യവുമായി ബന്ധപ്പെട്ടും നമ്മുടെ കേരളത്തിൽ ഉണ്ടാവുന്ന മറ്റ് നാടൻ കലാരൂപങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. കൈക്കൊട്ടിക്കളി, പൂരക്കളി, തുമ്പിതുള്ളൽ, തിരുവാതിര, മുടിയാട്ടം. അപ്പൊ ഇപ്പോഴത്തെ പരീക്ഷയുടെ ചോദ്യപേപ്പറിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റമാണ് അല്ലെ ഇത്തരത്തിലുള്ള തിരഞ്ഞെടുക്കുക എന്നുള്ള ചോദ്യങ്ങള്. കാമപൂജ, നെടുമംഗല്യം എന്നിവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കലാരൂപങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോ 4 എന്ന ഓപ്ഷൻ വരുന്നുണ്ട്. അതിൽ 2 എന്ന് പറയുന്നുണ്ട്. കൈക്കൊട്ടിക്കളി, പൂരക്കളി, തുമ്പിതുള്ളൽ, തിരുവാതിര, മുടിയാട്ടം. ഇവയിലെ ഏതൊക്കെയാണ് കാമപൂജ, നെടുമംഗല്യം? നെടുമംഗല്യം എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാലോ? ദീർഘസുമംഗലി ആയിട്ട് ഇരിക്കുക. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? നെടുമംഗല്യം എന്ന് വിളിക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെടുന്ന കലാരൂപങ്ങൾ ഏതൊക്കെയാണ്? തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതൊക്കെ കലാരൂപങ്ങളാണ് ഇതുമായി ബന്ധപ്പെടുന്നത്? കൈക്കൊട്ടിക്കളി. കൈക്കൊട്ടിക്കളിക്ക് കാമപൂജയോ നെടുമംഗല്യോ ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? കാമപൂജയ്ക്ക് ഇല്ല, ഒരു ബന്ധവും ഇല്ല അല്ലെ? അപ്പൊ എന്ന ഓപ്ഷൻ ഇല്ല എന്നുള്ളത് ഉറപ്പായി. അപ്പൊ നോക്കിയോ, 1, 2, 3, മൂന്നെണ്ണത്തിലായുണ്ട്. അപ്പൊ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഏത്? ഇതാണെന്ന്. ഓക്കെ. പൂരക്കളി കണ്ണൂർ മേഖലയിൽ, കണ്ണൂർ കാസർഗോഡ് മേഖലകളിലാണ് പൂരക്കളി കൂടുതലായിട്ട് ഉള്ളത്. അപ്പൊ പൂരക്കളി എന്തുമായി ബന്ധപ്പെടുന്നതാണ്? കാമപൂജയുമായി ബന്ധപ്പെടുന്ന ഒരു ആഘോഷമാണ്. അപ്പൊ ബി ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പായി. തുമ്പിതുള്ളല് എന്താണ്? കാമപൂജയോ ഇതുമായിട്ട് ബന്ധപ്പെടുന്ന ഒന്നല്ല. യെസ്. തിരുവാതിര, ധനുമാസത്തിലെ തിരുവാതിര നോക്കുന്നത് എന്താണ്? നെടുമംഗല്യത്തിന് വേണ്ടിയിട്ട്, ദീർഘമംഗല്യത്തിന് വേണ്ടിയിട്ട്. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യ വർഷമുള്ളവരാണെങ്കിൽ പൂത്തിരുവാതിര നോക്കും അല്ലെ? നല്ല ഭർത്താവിനെ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് നോക്കും? തിരുവാതിര നോയമ്പ് നോൽക്കാറുണ്ട്. അപ്പൊ ഡി എന്നുള്ള ഓപ്ഷൻ ഉണ്ട് എന്ന് മനസ്സിലായി. മുടിയാട്ടം, ഭദ്രകാളി പ്രീതിയുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ സർപ്പംതുള്ളലുമായി ബന്ധപ്പെട്ടിട്ട് പോലും എന്ത് നടത്തി കണ്ടിട്ടുണ്ട്? മുടിയാടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുമല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും. അപ്പൊ പൂരക്കളിയും തിരുവാതിരയും അല്ലെ? എല്ലാവരും ജയപ്രിയ ടീച്ചർ കമന്റ് ചെയ്തിട്ടുണ്ട് പൂരക്കളിയും തിരുവാതിരയുമാണ്. അപ്പൊ നമുക്ക് നോക്കിയാലോ? യെസ്, ശരിയാണ് അല്ലെ? ബിയും ഡിയും മാത്രം. കാമപൂജ, നെടുമംഗല്യം എന്നിവയുമായി ബന്ധപ്പെട്ട നാടൻ കലാരൂപങ്ങള്. ഇത്തരത്തിലെ പ്രധാനപ്പെട്ട നാടൻ കലാരൂപങ്ങൾ ഏതൊക്കെയാണ്? അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾ അല്ലെങ്കിൽ ഏത് വിഭാഗക്കാരാണ് പ്രധാനമായിട്ട് ഈ കലാരൂപങ്ങള് അവതരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഏത് നാടുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ കലാരൂപങ്ങള് നിലനിൽക്കുന്നത് എന്നീ കാര്യങ്ങൾ പലപ്പോഴും പരീക്ഷയ്ക്ക് എന്ത് വരാറുണ്ട്? ചോദ്യമായിട്ട്
വരാറുണ്ട്. അടിച്ചുതുറപ്പാട്ട് ഏത് വിഭാഗവുമായി ബന്ധപ്പെടുന്നതാ മക്കളെ? അടിച്ചുതുറപ്പാട്ട് ഒന്ന് വേഗം പറഞ്ഞു ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ മുഴുവനായിട്ട് കമന്റ് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് കീവേഡ് അടിച്ചാൽ മതി, ഞാൻ ഊഹിച്ച് പൂരിപ്പിച്ചോളാം. അടിച്ചുതുറപ്പാട്ട്, അണ്ണാവിപ്പാട്ട്, ഇതൊക്കെ ഏത് വിഭാഗവുമായി ബന്ധപ്പെടുന്ന? ഹിന്ദു വിഭാഗമാണോ, മുസ്ലിം ആണോ, ക്രിസ്ത്യൻ ആണോ? ക്രിസ്ത്യൻ വിഭാഗവുമായിട്ട് ബന്ധപ്പെടുന്നതാണ് അല്ലെ? യെസ്. അയനിപ്പാട്ട് എന്നുള്ളത് കേരളീയ ക്രൈസ്തവർക്കിടയിലുള്ളതാണ്. അയനി ഊണ് എന്ന് പറയുന്നത് നമ്പൂതിരി വിഭാഗങ്ങൾക്കിടയിൽ കല്യാണത്തിന്റെ തലേദിവസം നടത്തുന്ന ഊണാണ്. യെസ്. അതുപോലെ തന്നെ എപ്പോഴും ഈ അടുത്തൊക്കെ പരീക്ഷ പേപ്പറിൽ വരുന്ന ഒന്നാണ് ഏത്? അലാമിക്കളി. അലാമിക്കളി കേട്ടിട്ടില്ലേ മക്കളെ? അലാമിക്കളി എന്നുള്ളത്. അലാമിക്കളി ഏത് നാട്ടിലെ കലാരൂപമാണ്? അലാമിക്കളി നമ്മൾ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളതായിരുന്നു ഇതൊക്കെ. അലാമിക്കളി ഹിന്ദു മുസ്ലിം മതസൗഹാർദ്ദത്തിന്റെ പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന കലാരൂപമാണ് അലാമിക്കളി എന്ന് പറയുന്നത്. ഓക്കെ, അലാമിക്കളി കാസർഗോഡ് ജില്ലയുമായി ബന്ധപ്പെടുന്ന കലാരൂപമാണ്. കാസർഗോഡ് ജില്ലയുമായി ബന്ധപ്പെടുന്ന കലാരൂപമാണ് ഇത് അലാമിക്കളി എന്നുള്ളത്. ഇനി ആടിവേടൻ. ആടിവേടൻ കർക്കിടക മാസത്തിൽ കെട്ടുന്ന കുട്ടിത്തെയ്യമായ ആടിവേടൻ, വേടനാട്ടം എന്നും പേരുണ്ട് ഇതില് ഇല്ലേ? കർക്കിടക മാസത്തിൽ എത്തുന്നത് ആടിവേടൻ. നിങ്ങൾ കേട്ടിട്ടില്ലേ ആടിവേടൻ എന്നുള്ള കലാരൂപത്തെ പറ്റിയിട്ട്? അപ്പൊ പ്രധാനപ്പെട്ട കലാരൂപങ്ങൾ ഏതൊക്കെയാണ്? ഏത് നാട്ടിലാണ് അത് പ്രസിദ്ധി ആർജിച്ചിരിക്കുന്നത്? ഏത് വിഭാഗക്കാരാണ് അത് കെട്ടുന്നത്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദ്യങ്ങളായിട്ട് വരാറുണ്ട് ഇല്ലേ മക്കളെ? നിങ്ങൾ ചോദ്യങ്ങളായിട്ട് കണ്ടിട്ടില്ല? അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ നാടോടി വിജ്ഞാനിയും എന്ന ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്ന സമയത്തും പറഞ്ഞിട്ടുണ്ട്, അതല്ലാതെ ക്ലാസ് എടുക്കുന്ന സമയത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ചോദ്യം നമ്മൾ നോക്കി. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഹോർത്തൂസ് മലബാറിക്കസ് ബാലറ്റ്സ് ഓഫ് നോർത്ത് മലബാർ, ബാലറ്റ്സ് ഓഫ് നോർത്ത് മലബാർ എന്നാണ് മലയാള ഗ്രന്ഥ സൂചി, ഫോക്ലോർ നിഘണ്ടു. ഇത് ആരാണ് പ്രസിദ്ധീകരിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് എഴുതിയത് ആരാണ് എന്നുള്ളത് നോക്കണം, ഇവയെല്ലാം പ്രസിദ്ധീകരിച്ചത് ആരാണ് എന്നുള്ളതും നോക്കണം. അപ്പൊ നാടോടി വിജ്ഞാനിയുമായിട്ട് നാടൻ കലാരൂപവുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കണം. ആരെഴുതിയെന്ന് മാത്രം നോട്ട് ചെയ്താൽ പോരാ, ചില ഗ്രന്ഥങ്ങൾ ആരാണ് പ്രസിദ്ധീകരിച്ചത്. ഇതിലെ ബാലറ്റ്സ് ഓഫ് നോർത്ത് മലബാർ, ഹോർത്തൂസ് മലബാറിക്കസും ഏത് വിഭാഗമാണ് പ്രസിദ്ധീകരിച്ചതെന്ന് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. ഓക്കെ, ഉത്തരം പറഞ്ഞോളൂ. A2B1 ആണ് എന്ന് പറയുന്നുണ്ട്. A2 ഹോർത്തൂസ് മലബാറിക്കസ് കേരള സർവകലാശാലയാണ്. ബാലൻസ് ഓഫ് നോർത്ത് മലബാർ മദ്രാസ് യൂണിവേഴ്സിറ്റി ആണ് എന്ന് സ്മൃതി ടീച്ചർ പറയുന്നുണ്ട്. ബാക്കി രണ്ടെണ്ണം കൂടിയാണ് അല്ലെ കൺഫ്യൂഷൻ വരുന്ന എല്ലാവർക്കും? ആണോ മക്കളെ? A2B1 എന്ന് നോക്കുമ്പോൾ ഓപ്ഷൻ എയും ഡിയും അതുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നുണ്ട്. ഇതൊരു 8 പരീക്ഷയുടെ ചോദ്യ പേപ്പറിലെ ചോദ്യമാണ് കേട്ടാ. ഫോക്ലോർ നിഘണ്ടു ആരുടേതാണ് മക്കളെ? ഫോക്ലോർ നിഘണ്ടു. ഫോക്ലോർ നിഘണ്ടു ആരാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്? ഫോക്ലോർ നിഘണ്ടു കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഇനി ഉത്തരം പറയാലോ. ഫോക്ലോർ നിഘണ്ടു കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഏതാണ് ആൻസർ? എല്ലാവരും ഒന്ന് ഉത്തരം പറഞ്ഞേ. ഞാനിപ്പോ ഒരു ക്ലൂ തന്നു നിങ്ങൾക്ക്. ഫോക്ലോർ നിഘണ്ടു പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. പിന്നെ എല്ലാവർക്കും ഉത്തരം പറയാലോ. അങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് ഉത്തരം പറയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പറ പിള്ളേരെ. യെസ്, ഫോക്ലോർ നിഘണ്ടു. അപ്പൊ നോക്കിയേ, ഏതാണ് ആൻസർ? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഓപ്ഷൻ എ, ഹോർത്തൂസ് മലബാറിക്കസ്. അപ്പൊ ഹോർത്തൂസ് മലബാറിക്കസിനെ കുറിച്ചിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ? ഏതോ ഒരു ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹോർത്തൂസ് മലബാറിക്കസ് ആരുടെ സംഭാവനയാണ് മക്കളെ? പറഞ്ഞേ, ഹോർത്തൂസ് മലബാറിക്കസ് ആരുടെ സംഭാവനയാ? കറണ്ട് അഫയേഴ്സിന്റെ സെക്ഷനിലാന്ന് തോന്നുന്നു ഹോർത്തൂസ് മലബാറിക്കസ് ഡിസ്കസ് ചെയ്തത് അല്ലെ? ഹോർത്തൂസ് മലബാറിക്കസ് ഡച്ച് സംഭാവനയാണ്. ഹോർത്തൂസ് മലബാറിക്കസ് എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചത്? ഹോർത്തൂസ് മലബാറിക്കസ് എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചത്? ആംസ്റ്റർഡാമിൽ നിന്നാണ് പ്രസിദ്ധീകരിച്ചത്. ഇനി ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തി ആരാണ്? ആ വ്യക്തി അടുത്ത് മരിക്കുകയും ചെയ്തു.
ആരാണ്? KS മണിലാൽ. ഇനീഷ്യൽ ശ്രദ്ധിക്കണേ, KS മണിലാൽ. KS മണിലാൽ. ഇനി ബാലൻസ് ഓഫ് നോർത്ത് മലബാർ എന്ന കൃതി എഴുതിയത് ആരാണ്? ഹോർത്തൂസ് മലബാറിക്കസ്. അപ്പൊ പ്രസിദ്ധീകരിച്ചത് ആരാണ്? കേരള സർവകലാശാലയാണ്. ഇനി ബാലൻസ് ഓഫ് നോർത്ത് മലബാർ എഴുതിയത് ആരാണ്? വടക്കമ്പാട്ട് പഠന ഗ്രന്ഥമാണത്. അത് ചേലനാട്ട് അച്യുതമേനോനാണ്. അപ്പൊ അത് പ്രസിദ്ധീകരിച്ചത് എവിടെയാണ്? മദ്രാസ് സർവകലാശാലയിലാണ്. ഓക്കെ. ഇനി മലയാള ഗ്രന്ഥസൂചി അടുത്തത് ഏതാ? മലയാള ഗ്രന്ഥസൂചിയാണ്. മലയാള ഗ്രന്ഥസൂചി ഏതാണ്? സാംസ്കാരിക പ്രസിദ്ധീകരണ വകുപ്പാണ് ഏത് പ്രസിദ്ധീകരിച്ചത്? മലയാള ഗ്രന്ഥസൂചി. ഓക്കെ. ഇനി ഫോക്ലോർ നിഘണ്ടു ആരാണ്? കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഏതാണ്? ഏത്? ഫോക്ലോർ. ഈ ഫോക്ലോർ ഇങ്ങനെ എഴുതുമ്പോ അതിങ്ങനെ ടൈപ്പ് ചെയ്ത് വരുന്നതാണ്. ഫോക്ലോർ നിഘണ്ടു. യെസ്, കിട്ടിയില്ല എല്ലാവർക്കും? അപ്പൊ ഈ കൃതി ഇതിലെ ഹോർത്തൂസ് മലബാറിക്കസും ബാലൻസ് ഓഫ് നോർത്ത് മലബാറും എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പൊ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, വടക്കൻ പാട്ടുകളുടെ പണിയാല ആരുടെ കൃതിയാ? വടക്കൻ പാട്ടുകളുടെ പണിയാല. എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വടക്കൻ പാട്ടുകളുടെ പണിയാല എന്നുള്ള കൃതി എഴുതിയത് ആരാണ്? എം.ആർ. രാഘവ വാര്യർ. വടക്കൻ പാട്ടുകളുടെ പണിയാല എം.ആർ. രാഘവ വാര്യർ. എം.ആർ. രാഘവ വാര്യരാണ് കേട്ടോ. എം.ആർ. രാഘവ വാര്യരാണ് വടക്കൻ പാട്ടുകളുടെ പണിയാല. MC അപ്പുണ്ണി നമ്പ്യാരുടെ കൃതി ഏതാ? ഇവിടെ സ്മൃതി ടീച്ചർ MC അപ്പുണ്ണി എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, MC അപ്പുണ്ണി നായർ, അപ്പുണ്ണി നായരോ അപ്പുണ്ണി നമ്പ്യാരോ? അങ്ങനെ ഒരു വ്യക്തി ഉണ്ടല്ലോ. അദ്ദേഹത്തിന്റെ ഒരു കൃതിയുടെ പേരും എപ്പോഴും പറഞ്ഞു കേൾക്കുന്നതാണ്. അദ്ദേഹം എന്താണ്? കൃതികള് സമ്പാദിച്ച് പഠനം തയ്യാറാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. യെസ്. ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യം പഠിച്ചു വെക്കണം. ഓക്കെ. അടുത്ത ചോദ്യം, മോയിൻകുട്ടി വൈദ്യരുടെ മാപ്പിളപ്പാട്ടുകളെ കുറിച്ച് നോക്കൂ. മാപ്പിളപ്പാട്ടുകൾ, മാപ്പിള മലയാളം, അറബി മലയാളം, ഇത് രണ്ടും നമുക്ക് പഠിക്കാനുണ്ട്. അത് ഫോക്ലോറുമായി ബന്ധപ്പെടുത്തിയിട്ടും ചോദിക്കും, അല്ലാതെ സിംഗിൾ ആയിട്ട് ഗദ്യം എന്ന നിലയിലും ചോദിക്കും. മോയിൻകുട്ടി വൈദ്യർ, അതിൽ നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ള ഒരു വ്യക്തിയാണ് മോയിൻകുട്ടി വൈദ്യർ. മോയിൻകുട്ടി വൈദ്യരുടെ മാപ്പിളപ്പാട്ടുകളെ കുറിച്ച് ഇന്ത്യൻ ആന്റിക്വറിയിൽ ഗവേഷണ പ്രബന്ധം പ്രസിദ്ധീകരിച്ച വിദേശിയാരെ? R.C. ടെമ്പിൾ, വില്യം ലോഗൻ, ഹെർമൻ ഗുണ്ടട്ട്, F. ഫോസറ്റ്. ആരാണ്? സുധ ടീച്ചർ ഓപ്ഷൻ ഡി ആണെന്നാണ് പറയുന്നത്. പിള്ളേരെ പറഞ്ഞേ, ആൻസർ എന്താ? ഉത്തരം പറഞ്ഞേ. ഐശ്വര്യ, അനില, അരുണിമ, ആര്യ, അശ്വതി, ആവണി, ഹരീഷ്മ, കാവ്യ, ലക്ഷ്മി, ശരണ്യ, ഷോണിമ, സിയാന. യെസ്, എല്ലാവരും ആൻസർ പറഞ്ഞേ. വിനീത, എല്ലാവരുടെ പേരും ഞാൻ വിളിക്കും. യെസ്, ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി തന്നെയാണ് ആൻസർ. F. ഫോസറ്റ് ആണ്. നോക്കൂ, മാപ്പിള പാട്ടുകളെ കുറിച്ച് നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കുകയും വേണം, പഠിച്ചിരിക്കുകയും വേണം, അല്ലെ മക്കളെ? മാപ്പിള പാട്ടുകളെ കുറിച്ച് മുൻകാല ചോദ്യ പേപ്പറിൽ പോലും ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം, അറബി മലയാള വിഭാഗത്തിലെ പദ്യശാഖയാണ് മാപ്പിളപ്പാട്ടുകൾ. മാലപ്പാട്ടുകൾ, പടപ്പാട്ടുകൾ, കത്തുപാട്ടുകൾ, കല്യാണപ്പാട്ടുകൾ, സർക്കീട്ട് പാട്ടുകൾ എന്നിങ്ങനെയുണ്ട്. മാലപ്പാട്ടുകളുടെ ഉള്ളടക്കം എന്താ മക്കളെ? മാലപ്പാട്ടുകളുടെ ഉള്ളടക്കം, മാലപ്പാട്ടുകള് എന്തെങ്കിലും പറഞ്ഞേ. മാലപ്പാട്ടുകൾ യുദ്ധമല്ല. മാലപ്പാട്ടുകൾ യുദ്ധമാണോ? പടപ്പാട്ട് ഒക്കെയാണ് യുദ്ധം എന്ന് പറയുന്നത്. മാലപ്പാട്ടുകള് ബദർമാല, മമ്പുറം മാല, മത്തക്കുളം മാല, മലപ്പുറം മാല. യെസ്, വിശുദ്ധരായവരുടെ അവതാരങ്ങളെ പാടി പുകഴ്ത്തുന്ന പാട്ടുകളാണ്, അല്ലെ? യെസ്. ഇനി ഞാൻ ചോദിക്കട്ടെ, മുഹൈദ്ദീൻ മാല എന്ന കൃതി എഴുതിയത് ആരാണ്? മുഹൈദ്ദീൻ മാല വീരാബദാനാണ്. മുഹൈദ്ദീൻ മാല എന്നുള്ള കൃതി എഴുതിയത് ആരാണ്? ഖാസി മുഹമ്മദ് ആണ്. ഖാസി മുഹമ്മദ് ആണ് മുഹൈദ്ദീൻ മാല. മുഹൈദ്ദീൻ മാല എന്ത് പാട്ടാണ്? മാലപ്പാട്ടാണ്. ഖാദർ ജീലാനി അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു, ഉച്ചാരണത്തിൽ എന്തെങ്കിലും പിഴവുണ്ടെങ്കിൽ ക്ഷമിക്കുക. അദ്ദേഹത്തെ, ആ പുണ്യപുരുഷനെ കുറിച്ചിട്ടുള്ള അവതാരങ്ങളാണ് മുഹൈദ്ദീൻ മാലയിലെ വരുന്നത്. യെസ്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇനി നമുക്ക് മാപ്പിളപ്പാട്ടുകളുമായി ബന്ധപ്പെട്ടിട്ടൊരു ചോദ്യം. മാപ്പിളപ്പാട്ടിലെ വൃത്തരീതിക്ക് പറയുന്ന പേരെന്താ? മാപ്പിളപ്പാട്ടിലെ വൃത്തരീതിക്ക് പറയുന്ന പേര്?
ഇശൽ എന്നാണ്. വെരി ഗുഡ്, ഇശൽ എന്നാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് എപ്പോഴും ചോദിക്കുന്ന 1-2 ചോദ്യങ്ങളുണ്ട് ഇല്ലേ? നമ്മുടെ പ്രാസത്തിലെ ആദ്യാക്ഷര പ്രാസവുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ മോനയുമായിട്ട് കണക്ട് ചെയ്യാവുന്ന മാപ്പിളപ്പാട്ടിലെ ഇശൽ ഏതാ? യെസ്, കമ്പി, 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 മോന. അല്ല, ഇങ്ങനെ എഴുതി വെച്ച് പഠിക്കാട്ടോ. ആദ്യാക്ഷരം, കമ്പി മോന ആദ്യാക്ഷരം എന്ന് പഠിച്ചു വെക്കുക. അപ്പൊ കഴുത്ത്, കമ്പി കഴിഞ്ഞിട്ട് അടുത്തത് കഴുത്താണ്. കഴുത്ത് ഏതായിരിക്കും? മോനെ ഇവിടെ വന്നത് എന്തായിരിക്കും? ഇത് എതുകയായിരിക്കും. എതുക എന്ന് പറയുന്നത് എന്താണ്? ദ്വിതീയാക്ഷരാണ്. ഞാൻ മുഴുവൻ എഴുതുന്നില്ല കേട്ടോ. ദ്വിതീയാക്ഷരപ്രാസാണ്. കമ്പി മോന കഴുത്ത്, കഴുത്ത് കഴിഞ്ഞാൽ പിന്നെ ഏതാണ്? വാൽക്കമ്പിയാണ്. വാൽക്കമ്പി. എന്തെങ്കിലും കീവേഡ് ഒക്കെ പഠിച്ചു വെക്കിട്ടാ. വാൽക്കമ്പി, വാൽക്കമ്പിയുമായി ബന്ധപ്പെടുന്നതാണ്. അപ്പൊ ആദ്യാക്ഷരം കഴിഞ്ഞു, ദ്വിതീയാക്ഷരം കഴിഞ്ഞു ഇല്ലേ? ഇനി എന്താണ്? അന്ത്യാക്ഷരാണ് അല്ലെ? അന്ത്യാക്ഷരപ്രാസം. ഇനി ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, അതേതാണ്? ഒരെണ്ണം കൂടി ഉണ്ടല്ലോ ഇതില്. യെസ്, അതേതാണ്? വാലുമ്മൽ കമ്പിയാണ്. വാലുമ്മൽ കമ്പി. അത് അന്താതിപ്രാസാണ്. അത് അന്താതിപ്രാസാണ്. ഇതെപ്പോഴും ചോദിക്കുന്ന ചോദ്യ വിഭാഗമാണ്. ഒരു ബോക്സ് ആക്കി വരച്ചു വെച്ച് പഠിക്കുക. കമ്പി മോന എതുക. കഴുത്ത്, കമ്പി കഴിഞ്ഞ കഴുത്താണ് വരുന്നത്. കഴുത്ത് എന്ന് പറയുന്നത് കമ്പി മോന ആദ്യാക്ഷരപ്രാസം, കഴുത്ത് എതുക ദ്വിതീയാക്ഷരപ്രാസം, കഴുത്ത് കഴിഞ്ഞ വാൽക്കമ്പിയാണ് അന്ത്യാക്ഷരപ്രാസം, വാൽക്കമ്പി കഴിഞ്ഞ വാലുമ്മ കമ്പിയാണ്, അത് അന്താതിപ്രാസമാണ്. കിട്ടിയില്ലേ മക്കളെ? ഇനി ഇത് തെറ്റിക്കില്ലല്ലോ. എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. പച്ചമലയാളം മാപ്പിളപ്പാട്ട് സാഹിത്യത്തിലെ പച്ചമലയാളക്കാരൻ എന്നറിയപ്പെടുന്നത് ആരാ? മാപ്പിളപ്പാട്ട് സാഹിത്യത്തിലെ പച്ചമലയാളക്കാരൻ എന്നറിയപ്പെടുന്നത് ആരാ? പുലിക്കോട്ടിൽ ഹൈദരാണ്. പുലിക്കോട്ടിൽ ഹൈദരാണ്. യെസ്, അതുമായി ബന്ധപ്പെടുന്ന ചോദ്യങ്ങളും വരുന്നുണ്ട്. അപ്പൊ മാപ്പിളപ്പാട്ടുകൾ, അറബി മലയാളം എന്നീ പോർഷൻസ് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിക്കണം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 4ാമത്തെ ചോദ്യം. കേരള സംസ്കാര നിഘണ്ടുവിന്റെ കർത്താവ് ആരാണ്? കേരള സംസ്കാര നിഘണ്ടുവിന്റെ കർത്താവ് ഇളംകുളം കുഞ്ഞൻപിള്ള, ടി ഭാസ്കരനുണ്ണി, എസ് കെ വസന്തം മാഷ്. അയ്യോ, രാജേന്ദ്രന് മാത്രം നോക്കിയാൽ മതിയേ. ഓപ്ഷൻ സി ആണ് എല്ലാവരും പറയുന്നത്. ആരാണ്? എസ് കെ വസന്തൻ, വസന്ത മാഷ് അല്ലെ? വസന്ത മാഷിന് ഈ അടുത്ത് എന്തോ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. എസ് കെ വസന്ത മാഷിന് ഈ അടുത്ത് എന്തോ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എന്താ അവാർഡ് കിട്ടിയത് ഈ അടുത്ത്? എഴുത്തച്ഛൻ പുരസ്കാരം. എഴുത്തച്ഛൻ പുരസ്കാരം ആർക്ക് കിട്ടി? വസന്ത മാഷിന് കിട്ടി. യെസ്, 2023 എഴുത്തച്ഛൻ പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ അത് കിട്ടിയത് ആർക്കാണ്? എസ് കെ വസന്ത മാഷിനാണ്. വസന്ത മാഷിനെ നമുക്കറിയാം, നമ്മൾ നടന്ന വഴികളടക്കം പുസ്തകങ്ങളുണ്ട്. കേരള സംസ്കാര ചരിത്ര നിഘണ്ടു ആരുടേതാണ്? വസന്ത മാഷിന്റേതാണ്. അതല്ലാതെ ഒരു കൃതി കൂടിയുണ്ട്. അതേതാണ്? കൂടിയല്ല ജനിക്കുന്ന നേരത്തും. ഇതാരുടെ കൃതിയാണ്? വസന്ത മാഷിന്റെ കൃതിയാണ്. ഓക്കെ, അപ്പൊ കേരള സംസ്കാര നിഘണ്ടുവിന്റെ കർത്താവ് ആരാണ്? വസന്ത മാഷ്. ഓക്കെ, കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിനു നാം വൃഥ. ആരുടെ വരികളാ? പൂന്താനത്തിന്റെ വരികളാണ്. ഏത് കൃതിയിലെ വരികളാ? ജ്ഞാനപ്പാറയിലെ വരികളാണ്. ഇത് ചോദ്യമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഈ വരികളൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഇല്ലാതൊന്നും പറയാനൊന്നും നമുക്ക് പറ്റില്ല. അപ്പൊ കേരള സംസ്കാര നിഘണ്ടുവിന്റെ കർത്താവ് ആരാണ്? വസന്ത മാഷാണ്. നമ്മൾ നടന്ന വഴികളും കേരള സംസ്കാര നിഘണ്ടുവും അതുപോലെ കൂടിയല്ല ജനിക്കുന്ന നേരത്തും എന്നീ കൃതികൾ ആരുടേതാണ്? വസന്ത മാഷിന്റേതാണ്. ഈ കൂടിയല്ല ജനിക്കുന്ന നേരത്തും എന്നുള്ളത് ഏത് വിഭാഗത്തിൽ പെടുന്ന കൃതികളാ മക്കളെ? ഏത് വിഭാഗത്തിൽ പെടുന്ന കൃതിയാ? അറിയോ? കൂടിയല്ല ജനിക്കുന്ന നേരത്തും എന്നുള്ളത് കഥയാണോ, കവിതയാണോ, നോവലാണോ, ഉപന്യാസാണോ? കവിതയല്ല, ഇത് കഥയാണ്, കഥാസമാഹാരാണ്. എനിക്ക് തോന്നി നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരുന്നത് ചിലപ്പോ. കഥാസമാഹാരാണ് കേട്ടോ, കഥകളുടെ സമാഹാരാണ് കേട്ടോ. ഇത് തെറ്റിക്കരുത് കേട്ടോ. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. തോൽപ്പാവക്കൂത്തിന്റെ ഇതിവൃത്തം പറഞ്ഞേ. തോൽപ്പാവക്കൂത്തിന്റെ ഇതിവൃത്തം എന്താ? ഭാഗവതം ദശമസ്കന്ധാണോ, മഹാഭാരതാണോ, രാമചരിതാണോ, കമ്പരാമായണാണോ?
തോൽപ്പാവക്കൂത്തിന്റെ ഇതിവൃത്തം. എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയയാണ്, അതുകൊണ്ട് തന്നെ വിട്ട് കളയാൻ പാടില്ല. ഏതാണ്? എല്ലാവർക്കും അറിയാം ഏതാണത്? കമ്പരാമായണം ആണ്. കമ്പരാമായണം ആണ് അല്ലെ? അപ്പോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിലെ നാടോടി വിജ്ഞാനവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കൃതികൾ നോക്കണം. അതായത് ഫോക്ലോറുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള പഠന ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞു വെക്കാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കലാരൂപങ്ങൾ അത് ഏത് നാട്ടിൽ നിലനിൽക്കുന്നു, അതുമായിട്ട് ബന്ധപ്പെടുന്ന ഇതര കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും നോട്ട് ചെയ്യണം. നാഗാരാധനയുമായിട്ട് വികസിച്ചു വന്നതാണ് പുള്ളുവൻ പാട്ട് അല്ലെ? അറിഞ്ഞൂടെ? ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന ചോദ്യങ്ങളൊക്കെ എങ്ങനെയുള്ള യക്ഷഗാനം ഏത് സംസ്ഥാനത്തിന്റെ കലാരൂപമാണ്? യക്ഷഗാനം ഏത് സംസ്ഥാനത്തിന്റെ കലാരൂപമാണ്? സംസ്ഥാനമാണോ? കാസർഗോഡ്? എനിക്കറിയാം, ചോദ്യം കേട്ടിട്ട് ഉത്തരം പറയും പിള്ളേരെ. യക്ഷഗാനം ഏത് സംസ്ഥാനത്തിന്റെ കലാരൂപമാണ്? അത് കർണാടകയുടെ കലാരൂപമാണ്. കേരളത്തിലെ ഏത് ജില്ലയിലാണ് അത് നിലനിൽക്കുന്നത് എന്ന് ചോദിച്ചാലാണ് ഏത്? അത് നിലനിൽക്കുന്നത് കാസർഗോഡാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുക. പോർച്ചുഗീസ് അധിനിവേശ ഫലമായി ഉണ്ടായിട്ടുള്ള കലാരൂപ ഏതാ? പോർച്ചുഗീസ് അധിനിവേശവുമായി ബന്ധപ്പെടുന്ന കലാരൂപ ഏതാ? ചവിട്ടുനാടകമാണ്. ചവിട്ടുനാടകമാണ് അല്ലെ? യെസ്, ചവിട്ടുനാടകം. ഇനി അടുത്ത ചോദ്യം എന്ത് ചോദിക്കും? കേരള കലാമണ്ഡലം സ്ഥാപിച്ച വർഷം ഏതാ? കേരള കലാമണ്ഡലം സ്ഥാപിച്ച വർഷം അറിഞ്ഞിരിക്കണല്ലോ. വള്ളത്തോളാണ് സ്ഥാപിച്ചത് എന്നുള്ളത് അറിയാം. യെസ്, 1930. അതിന് അദ്ദേഹത്തെ സഹായിച്ച രാജാവ് ആരാ? കേരള കലാമണ്ഡലത്തിന് കേരള കലാമണ്ഡലം സ്ഥാപിക്കാനായിട്ട് മുകുന്ദരാജ എന്നുള്ള രാജാവാണ് അദ്ദേഹത്തെ സഹായിച്ചത്. യെസ്. കഥകളിക്ക് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതൊക്കെയാ? കഥകളിക്ക് ഉപയോഗിക്കുന്ന ക്ഷമിക്കണം, കോൾഡ് ഉണ്ട്, അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. കഥകളിക്ക് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതൊക്കെയാ മക്കളെ? ചെണ്ട, മദ്ദളം, ചേങ്ങില, ഇലത്താളമാണ്. ഓക്കെ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എപ്പോഴും ചോദിക്കുന്ന പെട്ടെന്ന് ഓർമ്മ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ നിങ്ങളോട് ചോദിക്കുന്നത്. ഇത്രയൊക്കെ മതി. ചവിട്ടുനാടകം ഒരു പഠനം ആരുടെ കൃതിയാണ്? ചവിട്ടുനാടകം ഒരു പഠനം അതെപ്പോഴും ചോദിക്കുന്ന ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാ. ചവിട്ടുനാടകം ഒരു പഠനം ആരുടെ കൃതിയാണ് എന്നുള്ളൊരു ചോദ്യം എപ്പോഴും റിപ്പീറ്റ് ചെയ്യാറുണ്ട്. സെബീന റാഫിയുടെ പഠനമാണ്. ചവിട്ടുനാടകം ഒരു പഠനം ആരുടെ കൃതിയാണ് എന്നുള്ളൊരു ചോദ്യം എപ്പോഴും പരീക്ഷകളിൽ റിപ്പീറ്റ് ചെയ്യാറുണ്ട്. സെബീന റാഫിയുടെ പഠനമാണത്. യെസ്. അടുത്ത വിഭാഗത്തിലേക്ക് കടക്കുകയാണ് വിമർശനം. ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്, വേഗം പറഞ്ഞു പോകാനുണ്ട്. ARന്റെ കാലം മുതൽക്കുള്ള മലയാള കവിതയിലെ മാറ്റങ്ങളെ സമഗ്രമായി വിലയിരുത്തുന്ന മുണ്ടശ്ശേരിയുടെ ലേഖനം. മാനദണ്ഡം, രാജരാജന്റെ മാറ്റൊലി, സന്ദേശം അതൊന്നേയുള്ളൂ, കാവ്യപീഠിക. മുണ്ടശ്ശേരി. ശരണ്യ ടീച്ചർ ഉറപ്പിച്ചു പറയുന്നുണ്ട് ബി ആണ് എന്നുള്ളത്. ഉറപ്പാണ്? അത്ര ഉറപ്പാണോ ബി ആണെന്ന്? നമ്മൾ ഡീറ്റെയിൽ ആയിട്ടാണ് വിമർശന ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലെ? ഓരോരുത്തരുടെയും സിംഗിൾ ക്ലാസ്സുകളായിട്ട് വെറുതെ കൃതികൾ പറഞ്ഞു പോവല്ല, കൃതിയുടെ ഉള്ളടക്കടക്കം പറഞ്ഞു പോകുന്ന ക്ലാസ്സുകളായിരുന്നു അല്ലെ? അപ്പൊ ARന്റെ കാലം മുതൽക്കുള്ള മലയാള കവിതയിലെ മാറ്റങ്ങളെ കൃത്യമായിട്ട് വിലയിരുത്തുന്ന കൃതിയാണ് ഏത് കൃതി? രാജരാജന്റെ മാറ്റൊലി എന്നുള്ള കൃതി. രാജരാജന്റെ മാറ്റൊലി എന്നുള്ള കൃതി. യെസ്. 20ാം നൂറ്റാണ്ടിൽ മലയാള സാഹിത്യത്തിലുണ്ടായ വികാസങ്ങളുടെ പ്രധാന കാരണക്കാരനായി വർത്തിച്ച ARന്റെ പിൽക്കാല സ്വാധീനതകൾ അന്വേഷിക്കുന്ന കൃതിയാണ് രാജരാജന്റെ മാറ്റൊലി എന്നുള്ള കൃതി. ഓക്കെ. മാനദണ്ഡം എന്നുള്ള കൃതി എന്താണ്? ക്ലാസിക് സാഹിത്യത്തെ സമീപിക്കുന്ന 3 പ്രബന്ധങ്ങളാണ് ഏത് കൃതിയിൽ ഉൾക്കൊള്ളുന്നത്? മാനദണ്ഡം എന്നുള്ള കൃതിയില് ഉൾക്കൊള്ളുന്നത്. സന്ദേശം അതൊന്നേയുള്ളൂ ഏത് കൃതിയെ കുറിച്ചിട്ടുള്ളതാണ്? സന്ദേശം അതൊന്നേയുള്ളൂ.
സന്ദേശം അതൊന്നേയുള്ളൂ. ഏതാണ്? കാളിദാസന്റെ മേഘ സന്ദേശത്തെ കുറിക്കുന്നതാണ്. കാളിദാസന്റെ മേഘ സന്ദേശത്തെ കുറിക്കുന്നതാണ്. കാളിദാസ കൃതിയുടെ സത്ത് പിഴിഞ്ഞെടുത്തുണ്ടാക്കിയ കൃതിയാണ് നളിനി എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി കാവ്യപീഠിക എന്നുള്ള കൃതിയുടെ പ്രത്യേകത എന്താ മക്കളെ? കാവ്യപീഠിക എന്നുള്ള കൃതിയുടെ പ്രത്യേകത സാഹിത്യ, കല, പ്രതിഭ, സൗന്ദര്യം, രസം, കരുണം, പാത്രം, ധ്വനി, ഔചിത്യം, രീതി, അലങ്കാരം, പിന്നെ വൃത്തം, ഭാഷ, ഇത്തരത്തിലുള്ള അധ്യായങ്ങളിലൂടെ പോകുന്ന കൃതിയാണ്. ഭാരതീയ കാവ്യശാസ്ത്രങ്ങളും പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തങ്ങളും വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ, യെസ് സിയാന ടീച്ചർ പറഞ്ഞ പോലെ വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ സാഹിത്യ സിദ്ധാന്തങ്ങളെ പരിചയപ്പെടുത്തുന്ന കൃതിയാണ്, സമന്വയിപ്പിക്കുന്ന കൃതിയാണ് കാവ്യപീഠിക. ഇനി എന്റെ മാസ്റ്റർ പീസ് ക്വസ്റ്റ്യൻസ് വരെയാണ്. മാറ്റൊലി എന്നുള്ള ഒരു കൃതി എഴുതിയത് ആരാണ്? ജോസഫ് മുണ്ടശ്ശേരിയാണ്. മാറ്റൊലിയിലെ പഠന വിധേയമാക്കുന്ന കൃതികൾ ഏതൊക്കെ? ജോസഫ് മുണ്ടശ്ശേരിയുടെ മാറ്റൊലി. കരുണ, പിങ്കള, മറിയം. യെസ്, ഏതാണ്? കരുണ, പിങ്കള, മറിയം, മഗ്ദലന മറിയം. കവിമാന്നൊക്കെ എഴുതിടുന്നുണ്ട്. കരുണ, പിങ്കള, മറിയം. ഇനി ഇതുപോലെ തന്നെയുള്ള ഒരു കൃതിയാണ് ഏത്? അന്തരീക്ഷം എന്നുള്ള കൃതി. അന്തരീക്ഷത്തിലെ പഠന വിധേയമാക്കുന്നത് അന്തരീക്ഷം. അന്തരീക്ഷത്തിലെ പഠന വിധേയമാക്കുന്ന കൃതികൾ ഏതൊക്കെയാണ്? യെസ്, കർണഭൂഷണം, ചിന്താവിഷ്ടയായ സീത, അച്ഛനും മകളും. കർണഭൂഷണം, ചിന്താവിഷ്ടയായ സീത, അച്ഛനും മകളും. ഇനി ഏതാണ് ഇനി ഞാൻ അടുത്ത് ചോദിക്കാൻ പോകുന്ന കൃതി? ഏതാണ്? അറിയോ? അങ്ങനെ ഗസ് ചെയ്യാൻ പറ്റുമോ? ടീച്ചറുടെ അടുത്ത ചോദ്യം. യെസ്, സിയാർ ടീച്ചർ, വെരി ഗുഡ്. മനുഷ്യ കഥാനുഗായികൾ. എന്റെ അടുത്ത ചോദ്യം അതാണ്. മനുഷ്യ കഥാനുഗായികൾ. ആരെ കുറിച്ചിട്ടൊക്കെയാണ് അദ്ദേഹം ഇതിൽ പഠനം ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ആശാൻ, വള്ളത്തോൾ, നാലപ്പാടൻ, ചെങ്ങമ്പുഴ. ആശാൻ, വള്ളത്തോൾ, നാലപ്പാടൻ, ചെങ്ങമ്പുഴ. നമ്മുടെ നോട്ടിൽ തന്നിരിക്കുന്ന ഓർഡറിൽ തന്നെ നിങ്ങൾ ഉത്തരം പറയുന്ന സമയത്ത് എനിക്ക് സന്തോഷമുണ്ട്. ആശാൻ, വള്ളത്തോൾ, നാലപ്പാടൻ, ചെങ്ങമ്പുഴ. ഓക്കെ. രൂപഭദ്രതാവാദം ഏത് കൃതിയുടെ അവതാരികയിലാണ്? രൂപഭദ്രതാവാദം ഏത് കൃതിയുടെ അവതാരികയിലാണ്? തോട്ടിയുടെ മകൻ. ഈ സന്ദേശം അതൊന്നേയുള്ളൂ എന്നുള്ളത് കാളിദാസ കൃതിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഇത് ഏത് കൃതിക്കുള്ള വിമർശന? അത് ചോദിക്കട്ടെ. ഇത് ഏത് കൃതിക്കുള്ള വിമർശനാണ്? മയൂര സന്ദേശം. കേരളവർമ്മ വലിയ കോയി തമ്പുരാന്റെ മയൂര സന്ദേശത്തെ വിമർശിച്ചുകൊണ്ട് മുണ്ടശ്ശേരി എഴുതിയ ലേഖനാണ് സന്ദേശം അതൊന്നേയുള്ളൂ. അത് ഏത് കൃതിയിലാണ് ഉൾക്കൊള്ളുന്നത്? ഈ ലേഖനം ഏത് കൃതിയിലാണ് ഉൾക്കൊള്ളുന്നത്? മാനദണ്ഡത്തിലാണ് ഉൾക്കൊള്ളുന്നത്. വെരി ഗുഡ്, മാനദണ്ഡത്തിലാണ് ഉൾക്കൊള്ളുന്നത്. ഇനി ആശാനെ എങ്ങനെയാണ് ജോസഫ് മുണ്ടശ്ശേരി വിശേഷിപ്പിച്ചത്? ആ ചോദ്യം എപ്പോഴും റിപ്പീറ്റഡ് ആണ്. കുമാരൻ ആശാനെ എങ്ങനെയാണ് മുണ്ടശ്ശേരി വിശേഷിപ്പിച്ചത്? എന്ത് പേര് പറഞ്ഞിട്ടാണ് വിശേഷിപ്പിച്ചത്? വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം എന്ന് കുമാരൻ ആശാനെ വിശേഷിപ്പിച്ചത് ആരാണ്? ജോസഫ് മുണ്ടശ്ശേരിയാണ്. യെസ്, വെരി ഗുഡ്, ജോസഫ് മുണ്ടശ്ശേരിയാണ്. മുണ്ടശ്ശേരിയുടെ കൃതികളിൽ ഏറ്റവും കൂടുതൽ അനുകരിച്ച് കാണുന്ന പാശ്ചാത്യ ചിന്തകൻ ആരാ? മാത്യു അർണോൾഡ്. വെരി ഗുഡ്, മാത്യു അർണോൾഡ്. അപ്പൊ നമ്മള് ജോസഫ് മുണ്ടശ്ശേരിയിൽ ഒരു ഫലം വെച്ചു കേട്ടോ. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം. അയ്യോ, നല്ല ചോദ്യ. കുമാരൻ ആശാനെ വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം എന്ന് വിശേഷിപ്പിച്ച കൃതി ഏത്? വിശേഷിപ്പിച്ചത് മുണ്ടശ്ശേരിയാണ്. അത് ഞാൻ പറഞ്ഞു, ഭാഗ്യത്തിന് ഞാൻ ഏതാ കൃതി എന്ന് പറഞ്ഞില്ല. ഇത് ഏത് കൃതിയിലാണ് വിശേഷിപ്പിക്കുന്നത്? നാടകാന്തം, കവിത്വം, മാറ്റൊലി, ആശാൻ കവിത, മനുഷ്യ കഥാനുഗായികൾ. ഉത്തരം പോരട്ടെ. ഏതിലാണ്? ഡി ആണോ ടീച്ചറെ? ഡൗട്ട് ഉണ്ടല്ലോ പലർക്കും. എന്തിനാണ് ഈ ചോദ്യത്തിൽ ഒരു ഡൗട്ട്? പറഞ്ഞു തന്നിട്ടുള്ളതല്ലേ?
മനുഷ്യകഥാനുഗായികൾ. യെസ്, അതെ ആണ് മനുഷ്യകഥാനുഗായികൾ. അപ്പൊ മനുഷ്യകഥാനുഗായികളിൽ ആശാനുണ്ട്, വള്ളത്തോളുണ്ട്, നാലപ്പാടനുണ്ട്, ചങ്ങമ്പുഴയുണ്ട്. മാറ്റുലിയിലെ ഏതൊക്കെയാണ്? കരുണയുണ്ട്, പിങ്കളയുണ്ട്, മഗ്ദലന മറിയുണ്ട്. വള്ളത്തോളുടെ അച്ഛനും മകളും, പിന്നെ ചിന്താവിഷ്ടയായ സീത, കർണഭൂഷണം, അന്തരീക്ഷം എന്ന കൃതിയിൽ പഠനവിധേയമാക്കുന്ന കൃതികളാണ്. അടുത്ത ചോദ്യം, M.N. വിജയൻ ഫ്രോയിഡിന്റെ മനഃശാസ്ത്ര തത്വങ്ങൾ ഉപയോഗിച്ച് വൈലോപ്പിള്ളി കൃതികളൊക്കെ പഠിച്ചിട്ടുള്ള വ്യക്തിയാണ് M.N. വിജയൻ. M.N. വിജയന്റെ മരുഭൂമികൾ പൂക്കുമ്പോൾ എന്ന പഠന ഗ്രന്ഥം ആരുടെ കൃതികളെ കുറിച്ചിട്ടുള്ളതാണ്? കണ്ട, ചോദ്യം ഇങ്ങനെയും വരാം. ആരുടെ കൃതികളെ കുറിച്ചിട്ടുള്ളതാണ് M.N. വിജയന്റെ പഠന ഗ്രന്ഥം? വിജയമാഷിനെ കുറിച്ച് നമ്മൾ പഠിച്ചില്ലേ? പ്രധാനപ്പെട്ട കൃതികളൊക്കെ നോക്കിയതാണ്. സിമ്പിൾ ആണ്. ആരെ കുറിച്ചിട്ടുള്ളതാണ്? ബഷീറിനെ കുറിച്ചിട്ടുള്ളതാണ്. സഹ്യന്റെ മകൻ കൃതിയുടെ പേരെന്താ? സഹ്യന്റെ മകനെ പഠിക്കുന്ന കൃതിയുടെ പേരെന്താ? സഹ്യന്റെ മകനെ കുറിച്ച് പഠിക്കുന്ന കൃതിയുടെ പേര് കൃതിയുടെ പേരെന്താ മക്കളെ? സഹ്യന്റെ മകൻ കവിതയെ അടക്കം പഠിക്കുന്ന ശീർഷാസനം. ഇനി OV വിജയന്റെ കൃതികളെ മുൻനിർത്തിക്കൊണ്ട്, അതിലെ പിതൃഭാവത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു പഠനം വന്നിട്ടുണ്ട്. ഏതാണ് ആ പഠനം? ആരെഴുതിയതാണ്? സെറ്റിന്റെ പരീക്ഷയിലും നെറ്റിന്റെ പരീക്ഷയിലൊക്കെ റിപ്പീറ്റഡ് ചോദ്യമാണ്. കൃതിയുടെ പേര് പിതൃഘടികാരം എന്നാണ്. പിതൃഘടികാരം എന്നുള്ള പുസ്തകം എഴുതിയതാരാണ്? OV വിജയന്റെ കൃതികളെ സമഗ്രമായിട്ട് വിലയിരുത്തുന്ന കൃതിയാണ്. അത് എഴുതിയത് ആരാണ്? പിതൃഘടികാരം. അത് എഴുതിയത് ആരാണ്? യെസ്, OV വിജയന്റെ പിതൃഘടികാരം PK രാജശേഖരൻ. ഓക്കെ, അപ്പൊ ഇങ്ങനെ പരസ്പരം കണക്ട് ചെയ്തിട്ട് പഠിക്കാനായിട്ട്. ഇനി അടുത്ത ചോദ്യം, വഴിവാണിഭക്കാരുടെ ഘോഘോ വിളി പോലെയാണ് CV-യുടെ ഭാഷ എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? വഴിവാണിഭക്കാരുടെ ഘോഘോ വിളി പോലെയാണ് CV-യുടെ ഭാഷ. CV-യുടെ ഭാഷയെ കണ്ടം തുണ്ടം വെട്ടിമുറിച്ചിട്ട് പഠന വിധേയമായിട്ട് വിമർശന വിധേയമാക്കിയത് ആരാണ് മക്കളെ? അദ്ദേഹം തന്നെയാണ് ഉത്തരം. യെസ്, അതാരാണ്? അത് സ്വദേശാഭിമാനി K. രാമകൃഷ്ണപിള്ളയാണ്. സ്വദേശാഭിമാനി K. രാമകൃഷ്ണപിള്ള. അപ്പൊ K. രാമകൃഷ്ണപിള്ളയെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കേണ്ടതായിട്ടില്ലേ? K. രാമകൃഷ്ണപിള്ളയുടെ പ്രധാനപ്പെട്ട കൃതികൾ പറഞ്ഞ മക്കളെ. K. രാമകൃഷ്ണപിള്ളയുടെ കൃതികളൊന്നും അറിയില്ലേ? എന്റെ നാടുകടത്തലെ ആദ്യത്തെ എന്താണ് കൃതിയായിട്ട് ആത്മകഥ, സമ്പൂർണമായിട്ടുള്ള അല്ലെങ്കിൽ ലക്ഷണമൊത്ത ആത്മകഥ എന്ന് പറയുന്നതാണ്. പിന്നെ എന്റെ നാടുകടത്തിൽ മാത്രം ഇദ്ദേഹത്തിന്റെ കൃതിയായിട്ട് നിങ്ങൾക്ക് അറിയുള്ളൂ. വിമർശനത്തിലെ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികള് വൃത്താന്ത പത്രപ്രവർത്തനം എന്നുള്ള കൃതിയുണ്ട്. പത്രപ്രവർത്തന ചരിത്രത്തെ കുറിച്ച് പറയുന്നത്. പിന്നെ എന്റെ കഥ, ആത്മകഥ. ഓക്കെ, CV-യുടെ ധർമ്മരാജയെ കുറിച്ചിട്ട് K. രാമകൃഷ്ണപിള്ള വിമർശനം വളരെയധികം അധിക്ഷേപമായിട്ടുള്ള ഒന്നാണ്. പണ്ഡിറ്റ് KP കറുപ്പന്റെ ബാലാകലേശ് നല്ല നാടകമല്ല എന്നുള്ള, നാടകാഭാസാണ് എന്നുള്ള അഭിപ്രായം മുന്നോട്ട് വെച്ചത് ആരാണ്? അത് രാമകൃഷ്ണപിള്ളയാണ്. പിന്നെ കേരള ദർപ്പണം, കേരള പത്രിക, കേരള പഞ്ചിക, മലയാളി, കേരളൻ, സ്വദേശാഭിമാനി, ആത്മപോഷിണി എന്നീ മാസികകളിലൊക്കെ പത്രാധിപനായിരുന്നു. ദോഷേക ദൃക്ക് എന്നുള്ള പേര് സമ്പാദിച്ച നിരൂപകൻ കൂടിയായിരുന്നു ഇദ്ദേഹം. കേരളൻ എന്ന തൂലികാനാമത്തിൽ നിരൂപണങ്ങൾ എഴുതിയിട്ടുള്ള വ്യക്തി കൂടിയാണ്. ധർമ്മരാജയുടെ കർത്താവ് സാഹിത്യത്തിൽ ഒരു ചെപ്പടി വിദ്യക്കാരനാണ് എന്ന് പറഞ്ഞ ആളാണ്. CV-യുടെ ഭാഷ കുറെ കാര്യങ്ങളൊക്കെ കടിച്ചു തുപ്പിയിട്ടുള്ള കാഷ്ടമാണ് എന്ന് പറഞ്ഞ ആളാണ് ആരെ? സ്വദേശാഭിമാനി. ഇനി MP പോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വരും? MP പോള് വേഗം നേരമില്ല. MP പോളിനെ കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും മക്കളെ? MP പോള് ബാല്യകാല സഖിക്ക് അവതാരിക എഴുതി ജീവിതത്തിൽ നിന്ന് വലിച്ചു ചേന്തിയെടുത്തിരിക്കുന്ന ഒരു ഏടാണ് വക്കിൽ രക്തം പുരണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ബാല്യകാല സഖിയുടെ അവതാരിക എഴുതിയത് ആരാണ്?
MP പോളാണ്. പിന്നെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികള് ചെറുകഥാപ്രസ്ഥാനം എന്നുള്ള കൃതി എഴുതി. ഖണ്ഡകഥാപ്രസ്ഥാനം എന്നുള്ള പേരുണ്ടായിരുന്നു, അതിനുശേഷം ചെറുകഥാപ്രസ്ഥാനം എന്ന് മാറ്റി. പിന്നെ നോവൽ സാഹിത്യം കൃതി എഴുതി. പിന്നെ 1930 നോവൽ സാഹിത്യം വന്നു. ഖണ്ഡകഥാപ്രസ്ഥാനം എന്നുള്ള പേരുള്ള കൃതി ചെറുകഥാപ്രസ്ഥാനം എന്ന പേര് മാറ്റിയിട്ട് എഴുതി. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയോടുകൂടി മനുഷ്യന്റെ ബുദ്ധി നിലച്ചിട്ടില്ല എന്ന സ്റ്റേറ്റ്മെന്റ് MP പോളുടേതാണ്. ഇന്ദുലേഖയിലെ 18-ാം അധ്യായം കഥാപ്രവാഹത്തെ തടഞ്ഞുകൊണ്ട് ഒരു ശിലാഖണ്ഡമായി നിലനിൽക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് MP പോളാണ്. ഗദ്യത്തിലുള്ള ഒരു നായർ മഹാകാവ്യമാണ് CV-യുടെ ധർമ്മരാജ എന്ന് പറഞ്ഞത് ഇദ്ദേഹമാണ്. പുരോഗമന സാഹിത്യത്തിന്റെ ആധാരം മനുഷ്യനൊരു ഭാവി ഉണ്ടെന്നുള്ള വിശ്വാസമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ഇദ്ദേഹമാണ്. പിന്നെ ബാലകാല സഖിയുടെ അവതാരിക, ചെറുകഥാപ്രസ്ഥാനം, നോവൽ പ്രസ്ഥാനം, സാഹിത്യ വിചാരം, കാവ്യദർശനം, സൗന്ദര്യ നിരീക്ഷണം എന്നിവയാണ് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ. യെസ്, ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി ആരാണ്? മാരാര്, കുട്ടിക്കൃഷ്ണ മാരാര്. എന്തായാലും ഒന്ന് പറഞ്ഞു പോകാം. മാരാരെ കുറിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പറയാനുണ്ട്? കുട്ടിക്കൃഷ്ണ മാരാരെ കുറിച്ചിട്ടേ പറയാനുള്ളൂ ടീച്ചറെ. കുട്ടിക്കൃഷ്ണ മാരാരെ പ്രധാനപ്പെട്ട കൃതികള്: സാഹിത്യഭൂഷണം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്. വൃത്തശില്പം എന്നുള്ള ഒരു കൃതി മാരാരെ രചിച്ചിട്ടുണ്ട്. വൃത്തശില്പം. വൈലോപ്പിള്ളിയുടെ സഖിന്റെ മകൻ എന്ന കവിതയെ കുറിച്ചിട്ട് പ്രശംസിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. കലയെ സംവിധാന ചാരുത എന്ന് വിളിച്ചത് ഇദ്ദേഹമാണ്. മാരാരുടെ നിരൂപണത്തെ പ്രോക്രസ്റ്റസിന്റെ കട്ടിൽ എന്ന് വിശേഷിപ്പിച്ചത് ആരാ? കല ജീവിതം തന്നെ എന്ന് പറഞ്ഞു. ഭാരത പര്യടനം എഴുതി. മാരാരുടെ നിരൂപണത്തെ പ്രോക്രസ്റ്റസിന്റെ കട്ടിൽ എന്ന്, ചിതയിലെ വെളിച്ചം എന്ന കൃതിയിലൂടെ പറഞ്ഞതാരാ? MN വിജയൻ മാഷാണ്. MN വിജയൻ മാഷ്. പിന്നെ താരതമ്യ സാഹിത്യത്തിന് സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരാൾ കൂടിയായിരുന്നു മാരാരെ. നളിനിയും ഇവാഞ്ചലിനും എന്നുള്ള കൃതി മാരാരുടേതാണ്. സ്വപ്ന വാസവദത്തയും ഈനക് ആടനും എന്നുള്ള കൃതിയും ആരുടേതാണ്? സ്വദേശാഭിമാനിയുടേതാണ്. ഓക്കെ. രാമരാജാവിന്റെ ഉടുപ്പോ ചെരിപ്പോ പട്ടിയോ കുറിഞ്ഞിപ്പൂച്ചയോ അല്ല സീത, സീത ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞത് ആരാണ്? ഇദ്ദേഹമാണ്. ഹിംസാത്മകമായ വ്യക്തിത്വമാണ് മാരാരുടേത് എന്ന് പറഞ്ഞത് KP അപ്പനാണ്. കുമാരസംഭവവും രഘുവംശവും മേഘദൂതവും ഇദ്ദേഹം വ്യാഖ്യാനിച്ചിട്ടുണ്ട്. സാഹിത്യവിദ്യ, രാവഞ്ചാങ്കണം, സാഹിത്യ സല്ലാപം, കൈവിളക്ക്, ഹാസ്യ സാഹിത്യം, ദന്തഗോപുരം, കല ജീവിതം തന്നെ, മലയാള ശൈലി, വൃത്തശില്പം എന്നിവ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. കിട്ടിയോ? മലയാളത്തിലെ ആദ്യ ഗദ്യ സാമൂഹ്യ നാടകം ഇദ്ദേഹത്തിന്റെ നാടകം ഏതാ? മാരാരുടെ നാടകം. മാരാർ ജീവിച്ചിരുന്നാൽ. മാരാരുടെ നാടകമാണ് ജീവിച്ചിരുന്നാൽ. മാരാരുടെ കുരുക്ഷേത്രം എന്നുള്ള കൃതി ഏതാ? മാരാരുടെ കുരുക്ഷേത്രം എന്നുള്ള കൃതി എഴുതിയതാരാ? MN കാരശ്ശേരി മാഷാണ്. ആഗോളീകരണ കാലത്ത് കുട്ടിക്കൃഷ്ണ മാരാർ എന്നുള്ളത് ശൂഭ ടീച്ചറുടെ പഠനമാണ്. ഡോക്ടർ ശൂഭ KS-ന്റെ പഠനമാണ്. മാരാർ ലാവണ്യാനുഭവത്തിന്റെ യുക്തിശില്പം എന്നുള്ളത് തോമസ് മാത്യുവിന്റെ കൃതിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഫ്യൂച്ചറിസത്തിലെ ഭൂതവൈരുദ്ധ്യവാദം എന്ന പേര് നൽകിയ നിരൂപകൻ. പേര് നൽകി എന്ന് കേട്ടാൽ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഒരാളുടെ പേരെ വരാൻ പാടുള്ളൂ. അതാരാണ് മക്കളെ? ആരാണ്? യെസ്, അത് കേസരി A ബാലകൃഷ്ണപിള്ളയാണ്. മൂപ്പൻ ഈ പേര് നൽകുന്നതിന്റെ ആളുകൾ. അപ്പൊ എന്തൊക്കെ പേര് നൽകി എന്നുള്ളത് നോക്കണം ഇല്ലേ? അപ്പൊ ഫ്യൂച്ചറിസത്തിനെ അദ്ദേഹം എന്ത് വിളിച്ചു? ഭൂതകാല വൈരുദ്ധ്യവാദം എന്ന് വിളിച്ചു. കേരളീയ കലകളും ഫ്യൂച്ചറിസവും എന്നുള്ള ലേഖനത്തിലാണ് ഫ്യൂച്ചറിസത്തെ ഭൂതകാല വൈരുദ്ധ്യവാദം എന്ന് ഇദ്ദേഹം വിളിച്ചത്. ഇനി റൊമാൻറ്റിസം. സ്മൃതി ടീച്ചറെ ഇപ്പൊ എഴുതിയതൊന്ന് മലയാളത്തിൽ എഴുതിയേ, എന്നാൽ എനിക്കത് കറക്റ്റ് ആയിട്ട് വായിക്കാൻ പറ്റുള്ളൂ. റൊമാൻറ്റിസത്തെ ഇദ്ദേഹം എന്താണ് വിളിച്ചത്? റൊമാൻറ്റിസം എവിടെ നിന്നാ വരുന്നത്? റൊമാൻസ് അങ്ങനെ ചോദിക്കട്ടെ.
ടീച്ചർ മാനെന്നാണോ മനന്നാണോ എഴുതിയതെന്നാണ് എനിക്ക് ഡൗട്ട് വന്നത്. ആ, മനം നോക്കി പ്രസ്ഥാനം. അപ്പൊ റൊമാൻറ്റിസത്തെ എന്ത് വിളിച്ചു? മനം നോക്കി പ്രസ്ഥാനം എന്ന് വിളിച്ചു. റൊമാൻറ്റിസം എന്ത് വിളിച്ചു? മനം നോക്കി പ്രസ്ഥാനം എന്ന് വിളിച്ചു. പിന്നെ മിസ്റ്റിസിസത്തെ എന്ത് വിളിച്ചു? മാനം നോക്കി പ്രസ്ഥാനം എന്ന് വിളിച്ചു. ഇത് തെറ്റരുത്. റൊമാൻസ് മനസ്സിൽ നിന്നാണ് എന്ന് പറഞ്ഞു വെക്കുക. അപ്പൊ റൊമാൻറ്റിസത്തെ മനം നോക്കി പ്രസ്ഥാനം എന്ന് വിളിച്ചു. റിയലിസത്തെ ഇദ്ദേഹം എന്ത് വിളിച്ചു മക്കളെ? പരാജയ പ്രസ്ഥാനം എന്ന് വിളിച്ചു. സർറിയലിസത്തെ എന്ത് വിളിച്ചു? സർറിയലിസത്തെ എന്ത് വിളിച്ചു? സ്വപ്നാത്മക പ്രസ്ഥാനം എന്ന് വിളിച്ചു. സ്വപ്നാത്മകം എന്ന് വിളിച്ചു. ഇനി രണ്ട് കൃതികളെ കുറിച്ചിട്ട് രണ്ട് രീതിയിലുള്ള പ്രസ്ഥാനങ്ങൾ, ഒന്ന് എഴുത്തച്ഛൻ കൃതി, ഒന്ന് നമ്പ്യാർ കൃതി. എഴുത്തച്ഛൻ കൃതികൾ എന്താ വിളിച്ചത് മക്കളെ? എഴുത്തച്ഛനെ വാഴ്ത്തി, തേവർ വാഴ്ത്തി പ്രസ്ഥാനം എന്ന് വിളിച്ചു. എഴുത്തച്ഛൻ കൃതികളെ തേവർ വാഴ്ത്തി പ്രസ്ഥാനം എന്ന് വിളിച്ചു. നമ്പ്യാർ കൃതികളെയോ തേവർ വീഴ്ത്തി പ്രസ്ഥാനം എന്ന് വിളിച്ചു. നമ്പ്യാരെ വീഴ്ത്തി, എഴുത്തച്ഛനെ വാഴ്ത്തി. ഇനി പച്ച മലയാളത്തെ എന്ത് വിളിച്ചു? പച്ച മലയാളത്തെ എന്ത് വിളിച്ചു? ഉണക്ക മലയാളം എന്ന് വിളിച്ചു. പച്ച മലയാളത്തെ ഉണക്ക മലയാളം എന്ന് വിളിച്ചു. കൂടുതലൊന്നും ഞാൻ കേസരിയെ കുറിച്ച് പറയുന്നില്ല. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 10 ചോദ്യങ്ങൾ ഇവിടെ കഴിഞ്ഞു. അപ്പൊ ഫ്യൂച്ചറിസത്തിന് ഭൂതകാല വൈരുദ്ധ്യവാദം എന്ന് പേര് കൊടുത്തത് ആരാണ്? കേസരിയാണ്. കേസരി എ ബാലകൃഷ്ണപിള്ള. ഇനി നമ്മൾ എന്തിലേക്ക് കടക്കുകയാണ്? ഭാഷാശാസ്ത്രത്തിലേക്ക് കടക്കുകയാണ്. അപ്പൊ ഇനിയും നിരൂപകരെ കുറിച്ച് പറയാനുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട നിരൂപകരിലൂടെയൊക്കെ ഒന്ന് കടന്നു പോകാൻ എനിക്ക് കഴിഞ്ഞു ഇല്ലേ? കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പൊടി തട്ടിയെടുത്തില്ലേ? ഇനി എല്ലാവരുടെയും ടഫസ്റ്റ് ഏരിയ ആയിട്ടുള്ള, അല്ലെങ്കിൽ വേണ്ട, മിക്കവരുടെയും ടഫസ്റ്റ് ഏരിയ ആയിട്ടുള്ള ഭാഷാശാസ്ത്രത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഭാഷാശാസ്ത്രം കുറച്ചേ പഠിക്കാനുള്ളൂ. പഠിച്ചത് ഫിക്സഡ് ആക്കി വെച്ചാ പിന്നെ ഒന്നും നമുക്ക് നോക്കാനില്ല. ഈ ചോദ്യം നോക്കിയേ. ഇതേതോ PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കിട്ടിയ ചോദ്യമാണെന്ന് തോന്നുന്നു. അല്ല, സെറ്റിനോ നെറ്റിന്റെയോ ചോദ്യമാണെന്ന് തോന്നുന്നു. ഈ അടുത്ത് നടന്ന ഏതോ പരീക്ഷാ പേപ്പറിലെ ചോദ്യമാണ് കേട്ടോ ഇത്. 1957 ഭരണഭാഷ മലയാളമാക്കുന്നതിനായി നിയോഗിച്ച കമ്മീഷന്റെ അധ്യക്ഷനാണ്. പറഞ്ഞോ വേഗം പറഞ്ഞോ. കെ ഗോദവർമ്മ, കോമാട്ടിൽ അച്യുതമേനോൻ, EMS, ആറ്റൂർ കൃഷ്ണ പിഷാരടി. യെസ്, ആരാണ്? കോമാട്ടിലാണ്. സെറ്റിന്റെ ചോദ്യ പേപ്പറിലെ ചോദ്യമാണ്. ഓക്കെ, സമ്മതിച്ച്. കോമാട്ടിൽ അച്യുതമേനോനാണ്. 1957 ഭരണഭാഷ മലയാളമാക്കുന്നതിനായി നിയോഗിച്ച കമ്മീഷന്റെ അധ്യക്ഷൻ കോമാട്ടിൽ അച്യുതമേനോനാണ്. അടുത്ത ചോദ്യം. കാരണമാകുന്ന സ്വനത്തിന് പറയുന്ന പേര്. അർത്ഥവ്യത്യാസത്തിന് കാരണമാകുന്ന സ്വനം, അതിന് പറയുന്ന പേര് എന്ത്? സ്വനം, ഉപസ്വനം, രൂപിമം, സ്വനിമം. ഭാഷാശാസ്ത്രം പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ഇതാണ്. പറഞ്ഞേ. സ്വനിമം. ഡി ഉറപ്പാണോ? സ്വനിമം എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പൊ ഓരോന്നും എന്താണ് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. വേണ്ടേ മക്കളെ? ഓരോന്നും എന്താണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പൊ നിങ്ങൾ പറഞ്ഞു അർത്ഥവ്യത്യാസത്തിന് കാരണമാകുന്ന സ്വനമാണ് സ്വനിമം. അർത്ഥവ്യത്യാസത്തിന് കാരണമാകുന്ന സ്വനമാണ് സ്വനിമം എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് രൂപിമം? എനിക്കിത് കൺഫ്യൂഷൻ ആണ് മിസ്, ഇപ്പൊ തീർത്തരാം. എന്താണ് രൂപിമം? പറഞ്ഞേ, രൂപിമം എന്താണ്? സ്വനിമം നോക്കാം. സ്വനം, ഉപസ്വനം, രൂപിമം, സ്വനിമം. സ്വനിമം ഇപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു. എന്താണ്? അർത്ഥവ്യത്യാസത്തിന് കാരണമാകുന്ന സ്വനത്തിന് പറയുന്ന പേരാണ് എന്ത്? സ്വനിമം എന്ന് പറയുന്നത്. അർത്ഥവ്യത്യാസത്തിന് ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. അർത്ഥവ്യത്യാസത്തിന് കാരണമാകുന്ന സ്വനത്തിന് പറയുന്ന പേരാണ് സ്വനിമം. എന്നുള്ളത്. ഓക്കെ, അപ്പൊ എന്താണ് രൂപിമം എന്നുള്ളത്? അപ്പൊ സ്വനവും സ്വനിമം ഒക്കെ നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുന്നതാണ്. ഓക്കെ, ഒരു ഭാഷ, ആ ഭാഷയിൽ ഒരു പദത്തിന് അർത്ഥത്തിന് വ്യത്യാസം ഉണ്ടാക്കാൻ
കഴിവുള്ള ഏറ്റവും ചെറിയ ഘടകത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്വനിമം എന്ന് വിളിക്കുന്നത്. സ്വനിമം എന്ന് വിളിക്കുന്നത്. ഓക്കെ, സ്വനിമം. ഇനി സ്വനമാണ് അടുത്തത് ഞാൻ നോക്കുന്നത്. സ്വനമാണ്. ഏറ്റവും ചെറിയ ഭാഷ ശബ്ദത്തെയാണ് സ്വനിമം എന്ന് വിളിക്കുന്നത്. അതായത് സ്പീച്ച് സൗണ്ട്സ് ആണ്. സ്പീച്ച് സൗണ്ട്സ് ആണ് എന്ത്? സ്വനിമം. വ്യവച്ഛേദിക്കാവുന്ന ഏറ്റവും ചെറിയ ഭാഷ, ഏറ്റവും വ്യത്യസ്തമായിട്ട് നമുക്ക് അറിയാവുന്ന ഏറ്റവും ചെറിയ ഭാഷ ശബ്ദം, ഏറ്റവും ചെറിയ ഭാഷ ശബ്ദം. ഓക്കെ, കിട്ടിയോ? കിട്ടിയോ മക്കളെ? ഞാൻ പറയുന്നത് വ്യക്തമാകുന്നില്ലേ? എനിക്ക് നിങ്ങളൊന്ന് റെസ്പോണ്ട് തരണേ, എന്നാലേ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് ഉപസ്വനാണ്. അപ്പൊ സ്വനം പറഞ്ഞു, സ്വനിമ പറഞ്ഞു, അടുത്തത് ഉപസ്വനാണ്. എന്താണ് ഉപസ്വനം? ഉപസ്വനം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് അറിയാവുന്നത് പറഞ്ഞ ഞാൻ തിരുത്തി തരാം. ഉപസ്വനം എന്ന് പറയുന്നത് എന്താണ്? എന്തിനെയാണ് ഉപസ്വനങ്ങൾ എന്ന് വിളിക്കുന്നത്? ഉപസ്വനം ഒന്നും അറിയില്ല? സ്വനിമത്തിന്റെ രൂപഭേദങ്ങളിൽ ഒന്നാണ് ഉപസ്വനം. അത്രയേ ഉള്ളൂ. ഓക്കെ, സ്വനിമത്തിന്റെ രൂപഭേദങ്ങളിൽ ഒന്നാണ് എന്ത്? ഉപസ്വനം. അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. അതിന്റെ അപ്പുറത്തേക്ക് അതിൽ നിന്നൊന്നും നമ്മളോട് ചോദിക്കാറില്ല. ഇനി അടുത്തത് രൂപിമമാണ്. അർത്ഥപ്രധാന ശേഷിയുള്ള ഏറ്റവും ചെറിയ ഘടകം. അർത്ഥപ്രധാന, ഒരു അർത്ഥത്തിനെ പ്രധാനം ചെയ്യുക. അർത്ഥപ്രധാന ശേഷിയുള്ള, ഇങ്ങനെയല്ലേ? അർത്ഥപ്രധാന ശേഷിയുള്ള ചെറിയ ഘടകം. അർത്ഥപ്രധാന ശേഷിയുള്ള ചെറിയ ഘടകം. അപ്പൊ സ്വനിമം എന്ന് പറഞ്ഞത് എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു. അർത്ഥവ്യത്യാസത്തിന് കാരണമാകുന്ന ഘടകമാണ് സ്വനിമം. അർത്ഥവ്യത്യാസമാണ് സ്വനിമം. അർത്ഥം പ്രദാനം ചെയ്യുന്ന ചെറിയ ഘടകമാണ് രൂപിമം. ഏറ്റവും ചെറിയ ഭാഷയിലെ ഏറ്റവും ചെറിയ ഘടകമാണ് ഏത്? സ്പീച്ച് സൗണ്ട്സ് ആണ് സ്വനം. സ്വനത്തിന്റെ എന്താണ്? അവാന്തര വിഭാഗമാണ് ഉപസ്വരം. അല്ലെങ്കിൽ സ്വനിമത്തിന്റെ രൂപഭേദങ്ങളിൽ ഒന്നാണ് എന്ത്? ഉപസ്വരം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ 3 കാര്യങ്ങൾ, സ്വനം, ഉപസ്വനം, സ്വനിമം എന്നിവ കൃത്യമായിട്ട് പഠിക്കില്ലേ? ഉദാഹരണങ്ങളെ മുൻനിർത്തി പറയാന്ന് വെച്ചാൽ ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ അതിലേക്കൊന്നും പോകാതെ ഇത്ര മാത്രം പറഞ്ഞ് പോകുന്നത്. കിട്ടിയില്ലേ മക്കളെ? ഇനി ആർക്കെങ്കിലും ഇതിനെ കുറിച്ചിട്ട് ഡൗട്ട് ഉണ്ട് വെച്ചെങ്കിൽ നമ്മുടെ കോണ്ടാക്റ്റിലെ കുട്ടികളായിട്ട് ചോദിച്ചാൽ മതി. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഓക്കെ അല്ലേ? ഞാൻ അടുത്തതിലേക്ക് പൊക്കോട്ടെ, കുറച്ച് സമയമേ ഉള്ളൂ. രൂപം, രൂപിമം ഇതിൽ പറഞ്ഞിട്ടില്ലേ? ഭാഷയിലെ അർത്ഥയുക്തമായ ഏറ്റവും ചെറിയ മൂലകങ്ങളാണ് രൂപം എന്ന് പറയുന്നത്. സ്വനിമങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? രൂപിമങ്ങൾ ഉണ്ടാകുന്നത്. സ്വനിമങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് രൂപിമങ്ങൾ ഉണ്ടാകുന്നത്. അതായത് അർത്ഥപ്രധാന ശേഷിയുള്ള ചെറിയ ഘടകമാണിത്. ഓക്കെ, കിട്ടി എന്ന് വിചാരിക്കുന്നു കേട്ടാ. ആശ്രിത രൂപിമം, ബദ്ധരൂപിമം എന്നീ വേർതിരിവുകളൊക്കെ നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട് പഠിക്കാനായിട്ട് ഉണ്ട്. 13ാമത്തെ ചോദ്യം. ഭാഷാ പഠനങ്ങളും കർത്താക്കളും ചേരുംപടി ചേർക്കുക. പൂർവ്വ കേരള ഭാഷാ പഠനങ്ങൾ, ലിപികളും മാനവ സംസ്കാരവും, ഭാഷാ നിരീക്ഷണം. ഇതിൽ ഏറ്റവും ആദ്യം നിങ്ങൾ ഉത്തരം പറയാൻ എന്തിനായിരിക്കും? വേഗം പറഞ്ഞേ, സമയമില്ല. വേഗം പറയൂ മക്കളെ. CL ആന്റണി ആയിരിക്കും അല്ലെ? ഭാഷാ പഠനങ്ങൾ എന്നുള്ളത് ആരുടേതാണ്? CL ആന്റണിയുടേതാണ്. B3 ആണ് എന്നുള്ള കാര്യം എല്ലാവർക്കും ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് ഉത്തരം കിട്ടും. ഭാഷാ പഠനങ്ങൾ ആരുടേതാണ്? CL ആന്റണിയുടേതാണ്. യെസ്, ഉത്തരം പറയൂ. പൂർവ്വ കേരള ഭാഷ ആരുടെ കൃതിയാണ്? പൂർവ്വ കേരള ഭാഷ. പൂർവ്വ കേരള ഭാഷ ആരുടേതാണ്? എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് പൂർവ്വ കേരള ഭാഷ. പൂർവ്വ കേരള ഭാഷ ആരുടേതാണ്? ഓപ്ഷൻസിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഓപ്ഷൻസിൽ ചെറിയൊരു തെറ്റ് വന്നിട്ടുണ്ട്. വേണ്ട, ഓപ്ഷൻസ് നിങ്ങൾ നോക്കണ്ട.
ഉത്തരങ്ങൾ പറഞ്ഞേ. പൂർവ്വ കേരള ഭാഷ ആരുടേതാണ്? പൂർവ്വ കേരള ഭാഷ ആരുടേതാണ്? യെസ്, അത് KM പ്രഭാകരവാര്യരുടേതാണ്. പൂർവ്വ കേരള ഭാഷ ആരുടേതാണ്? KM പ്രഭാകരവാര്യരുടേതാണ്. അപ്പൊ എന്താണ്? A2 ആണ്, A2 ആണ് എന്ന് കിട്ടി. ഭാഷാ പഠനങ്ങൾ ആരുടേതാണ്? CL ആന്റണിയുടേതാണ്. ഭാഷാ പഠനങ്ങൾ ആരുടേതാണ്? CL ആന്റണിയുടേതാണ്. ലിപികളും മാനവ സംസ്കാരവും ആരുടെ കൃതിയാണ്? ലിപികളും മാനവ സംസ്കാരവും ഗസ് ചെയ്യാനായിട്ട് പറ്റുമോ? ലിപികളും മാനവ സംസ്കാരവും എന്നുള്ളത് ആരുടെ കൃതിയാണ് എന്നുള്ളത്? ലിപികളും മാനവ സംസ്കാരവും ആരുടേതാണ്? ലിപികളും മാനവ സംസ്കാരവും എന്നുള്ളത് കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ KA ജലീലിന്റെ കൃതിയാണ്. ഏത്? ലിപികളും മാനവ സംസ്കാരവും എന്നുള്ളത്. അപ്പൊ C ഏതാണ്? C4 ആണ്. C4 ആണ്. ഇനി ഭാഷാ നിരീക്ഷണം എന്നുള്ള കൃതി ആരുടേതാണ്? ഭാഷാ നിരീക്ഷണം എന്നുള്ള കൃതി ആരുടേതാണ് മക്കളെ? ഭാഷാ നിരീക്ഷണം ആരുടെ കൃതിയാ? ഒന്ന് ആണോ ഇന്നോ? ഭാഷാ നിരീക്ഷണം NR ഗോപിനാഥ പിള്ളയുടെ കൃതിയാണ്. NR ഗോപിനാഥ പിള്ളയുടെ കൃതിയാണ്. അപ്പൊ A2, B3, C4, D1 അതാണ് ശരിയായിട്ടുള്ള ഉത്തരം. A2 ആണ്. A2, B3, C4, D1. ഓക്കെ, കിട്ടിയില്ലേ? ഇനി ഞാൻ പെട്ടെന്ന് ചോദിക്കാൻ കൃതികളുടെ പേര് ആരുടേതാണ് എന്ന് പറയണം. അഭിനവ മലയാള വ്യാകരണം ആരുടേതാ? അഭിനവ മലയാള വ്യാകരണം. വേഗം വേഗം വേഗം. അഭിനവ മലയാള വ്യാകരണം CV വാസുദേവ ഭട്ടതിരി. കേരള കൗമുദി ആരുടേതാ? കേരള കൗമുദി. ഭാഷാശാസ്ത്ര വ്യാകരണം ഒക്കെ കൂട്ടിച്ചേർക്കുന്നുണ്ടേ. വാസുദേവ ഭട്ടതിരിയുടെ അഭിനവ വ്യാകരണം. കേരള കൗമുദി ആരുടേതാ? കേരള കൗമുദി കോവൂണ്ടി നെടുങ്കാടിയുടേതാണ്. കേരള കൗമുദി കോവൂണ്ടി നെടുങ്കാടിയുടേതാണ്. വ്യാകരണമിത്ര ആരുടെ മക്കളെ? വ്യാകരണമിത്രം ശേഷഗിരി പ്രഭുവിന്റേതാണ്. സ്വനിമ വിജ്ഞാനം ആരുടേതാണ്? സ്വനിമ വിജ്ഞാനം KM പ്രഭാകര വാര്യരുടെ കൃതിയാണ്. സ്വനിമ വിജ്ഞാനം ആരുടേതാണ്? KM പ്രഭാകര വാര്യരുടെ കൃതിയാണ് സ്വനിമ വിജ്ഞാനം. ഇനി മലയാള ശൈലി എന്നുള്ള കൃതി എഴുതിയതാരാ? മലയാള ശൈലി കുട്ടിക്കൃഷ്ണമാരാരാണ് കേട്ടോ. മലയാള ശൈലി പ്രാചീന കേരള ലിപികൾ ഇത് ചോദിച്ചിട്ടുണ്ടേ. പ്രാചീന കേരള ലിപികൾ LA രവിവർമ്മ. ഭാഷാശാസ്ത്ര പ്രവേശിക ആരുടേതാ? ഭാഷാശാസ്ത്ര പ്രവേശിക EVN നമ്പൂതിരിയുടേതാണ്. ഭാഷാശാസ്ത്ര പ്രവേശിക. വ്യാകരണ വിവേകം ആരുടേതാ? വ്യാകരണ വിവേകം NN മൂസതിന്റെ കൃതിയാണ് വ്യാകരണ വിവേകം. ശബ്ദ സൗഭകം ജോൺ കുന്നപ്പള്ളിയുടേതാണ്. ശബ്ദ സൗഭകം കൈരളി ശബ്ദാനുശാസനം K സുകുമാരപിള്ളയുടേതാണ്. കൈരളി ശബ്ദാനുശാസനം ആരുടേതാണ്? സാമൂഹിക ഭാഷാ വിജ്ഞാനം ഉഷാ നമ്പൂതിരിപ്പാടിന്റേതാണ്. സാമൂഹിക ഭാഷാ വിജ്ഞാനം ആരുടേതാണ്? ഉഷാ നമ്പൂതിരിപ്പാട്. ഇത് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. യെസ്, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. 14ാമത്തെ ചോദ്യം. പോകുക ഇവിടുത്തെ ഭാഷാശാസ്ത്ര തത്വം ഏത്? പോകുക ഇവിടത്തെ ഭാഷാശാസ്ത്ര തത്വം ഏത്? വ്യാകരണ വിവേകം NN മൂസതിൻ്റെതാണ് കേട്ടോ. വ്യാകരണ വിവേകം NN മൂസതിൻ്റെതാണ്. ഈ ചോദ്യം നോക്കൂ മക്കളെ. പോകുക 4 സ്വതന്ത്ര പരിവർത്തനം. വ്യത്യയം പറഞ്ഞേ. വ്യത്യയം എന്ന് വെച്ചാൽ എന്താ? ഒരേ ശാബ്ദിക പരിസരത്തിൽ പ്രത്യക്ഷപ്പെട്ട് അർത്ഥവ്യത്യാസം ജനിപ്പിക്കുന്നവയാണ് എന്ത് വിളിക്കുന്നത്? വ്യത്യയം എന്ന് വിളിക്കുന്നത് അല്ലെ? അല്പവ്യത്യയ ജോഡികൾ, അല്പവ്യത്യയേതര ജോഡികൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്.
കളി, കിളി, കുളി എന്നിവയൊക്കെ നമുക്ക് ഉദാഹരണമായിട്ട് പറയാം. അതാണ് എന്ത് വ്യത്യയം എന്ന് പറയുന്നത്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? പോവുക, പോകുക എന്നിവ എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും വ്യത്യയല്ല, ഉപസ്വരമല്ല, ഉപരൂപമല്ല. അങ്ങനെ നോക്കിയാൽ തന്നെ നമുക്ക് ഉത്തരം കിട്ടും അല്ലെ? അതായത് ഇത് സ്വതന്ത്ര പരിവർത്തനമാണ്, ഫ്രീ വേരിയേഷൻ ആണ്. ഫ്രീ വേരിയേഷൻ. ഞാൻ ഭാഷാശാസ്ത്രം പഠിക്കാനായിട്ട് കണ്ടുപിടിച്ചിരിക്കുന്ന എന്റെ എളുപ്പപ്പണിയാണ് ഈ വാക്കുകളുടെ ഇംഗ്ലീഷ് പഠിച്ചേക്കുക എന്നുള്ളത് കേട്ടോ. ഫ്രീ വേരിയേഷൻ. വേരിയേഷൻ എന്ന് വെച്ചാൽ എന്താ? വ്യത്യാസമാണ് അല്ലെ? അപ്പൊ ചിലപ്പോൾ ഒരു പദത്തിന് പരക്കെ അംഗീകരിക്കപ്പെട്ട രണ്ട് ഉച്ചാരണങ്ങൾ ഉണ്ടായിരിക്കാം. പോവുക, പോകുക, ചുവരെ, ചുമരെ, ദലം, ദളം, ആകാം, ആവാം. അവൻ പഠിക്കുകയാകാം, അവ പഠിക്കുക ആവാം. ഇല്ലേ? നമ്മൾ പറയാറുണ്ട് അല്ലെ? യെസ്. അപ്പൊ ഇതെന്താണ്? ഒരിക്കലും അർത്ഥവ്യത്യാസത്തിന് കാരണമാകുന്നുണ്ടോ? സ്വതന്ത്ര പരിവർത്തനം അർത്ഥവ്യത്യാസത്തിന് കാരണമാകുന്നുണ്ടോ? ഇല്ല. ഒരു പദത്തിന് പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള രണ്ട് ഉച്ചാരണങ്ങൾ ഉണ്ടായേക്കാം. അത്തരം ഉച്ചാരണ ഭേദങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്വതന്ത്ര പരിവർത്തനം എന്ന് വിളിക്കുന്നത്. കിട്ടിയില്ലേ? ഇത് ആരും തെറ്റിക്കില്ലല്ലോ മക്കളെ. സ്വതന്ത്ര പരിവർത്തനം ആരും തെറ്റിക്കില്ലല്ലോ? ഇല്ലാന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, അടുത്തതിലേക്ക് പോവുകയാണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? സ്വതന്ത്ര പരിവർത്തനാണ്. അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ പോകുന്നു. മൂലദ്രാവിഡ ഭാഷയുടെ ഒരു സ്വതന്ത്ര ശാഖയാണ് മലയാളം എന്ന അഭിപ്രായം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ആരാണ്? പറഞ്ഞോളൂ, പറഞ്ഞോളൂ, വേഗം പറഞ്ഞോളൂ. ഭാഷാശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടുന്ന ഒന്നാണ് ഉൽപ്പത്തിവാദങ്ങൾ എന്നുള്ളത്. ഉൽപ്പത്തിവാദത്തില് മലയാളം എന്നുള്ള പദം എവിടെ നിന്നുണ്ടായി എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ സംസ്കൃത ജന്യവാദം, തമിഴ് ജന്യവാദം, മൂലദ്രാവിഡ ഭാഷയുടെ സ്വതന്ത്ര ശാഖ, ഭാഷാ മിശ്രവാദം, സംക്രമണവാദം എന്നിവ നമ്മൾ പഠിക്കണം. ഓക്കെ, സംസ്കൃത ജന്യവാദം. രണ്ട് വ്യക്തികളാണ് സംസ്കൃത ജന്യവാദത്തിൽ ഉള്ളത്. ആരൊക്കെയാണ്? സംസ്കൃത ജന്യവാദം. ഒന്നാരാണ്? ഒന്ന് കോവുണ്ണി നെടുങ്ങാടിയാണ്. മറ്റൊന്ന് ആരാണ്? ഒന്ന് കോവുണ്ണി നെടുങ്ങാടിയും മറ്റൊന്ന് ആരാണ്? വടക്കുംകൂർ രാജരാജവർമ്മയാണ്. അപ്പൊ വടക്കുംകൂറും കോവുണ്ണിയും ഏത് ജന്യവാദാണ്? ഏത് വാദാണ്? ഏത് വാദാണ്? സംസ്കൃത ജന്യവാദമാണ്. സംസ്കൃത ജന്യവാദമാണ്. ഓക്കെ, സംസ്കൃത ജന്യവാദമാണ്. ഇനി തമിഴ് ജന്യവാദത്തിലാണ് പുത്രിവാദം, കൊടുന്തമിഴ് വാദം, ഉപശാഖാവാദം എന്നിവ വരുന്നത്. മലയാള ഭാഷ തമിഴിന്റെ പുത്രിയാണ് എന്ന് പറഞ്ഞത് ആരാണ്? അത് കാൾഡ്വെല്ലാണ്. മാതാവാണോ ജ്യേഷ്ഠത്തിയോ ആണ് വേണ്ടത് എന്ന് പറഞ്ഞത് ഉള്ളൂരാണ്. കുടം, കർക്ക, വെൺ, പൂഴി എന്നീ 5 നാടുകളിലെ കൊടുന്തമിഴാണ് മലയാളമായി മാറിയത് എന്ന് പറഞ്ഞത് AR രാജരാജവർമ്മയാണ്. പിന്നീടാണ് കൊടുന്തമിഴ് വാദം വരുന്നത്. ഉപശാഖാവാദത്തിൽ റോബർട്ട് കാൾഡ്വെൽ ഉണ്ട്, P ഗോവിന്ദപിള്ളയുണ്ട്, AR രാജരാജവർമ്മയുണ്ട്, P ശങ്കരൻ നമ്പ്യാരുണ്ട്, LV രാമസ്വാമി അയ്യരുണ്ട്. പിന്നെയാണ് ഏത് വരുന്നത്? മൂലദ്രാവിഡ ഭാഷയുടെ സ്വതന്ത്ര ശാഖ എന്ന് പറയുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട വക്താവ് ആരാണ്? ആറ്റൂർ കൃഷ്ണപിഷാരടിയാണ്. ആറ്റൂർ കൃഷ്ണപിഷാരടി. അപ്പൊ ആറ്റൂർ കൃഷ്ണപിഷാരടി ഉണ്ട്, R നാരായണപ്പണിക്കരുണ്ട്, K ഗോദവർമ്മയും ഉണ്ട്, KM ജോർജും ഉണ്ട്. ഇവരൊക്കെ ഈ അഭിപ്രായക്കാരാണ് എങ്കിലും ഇപ്പൊ ഇതില് KM ഗോദവർമ്മ എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആദ്യമായി അവതരിപ്പിച്ചത് എന്നുള്ളതാണ് ചോദ്യത്തിൽ കൊടുക്കുന്നത്. അപ്പൊ അതാരാണ്? അത് ആറ്റൂർ, ഇവിടെ ഉത്തരല്ലേ? അത് ആറ്റൂർ കൃഷ്ണപിഷാരടിയാണ്. ആറ്റൂർ കൃഷ്ണപിഷാരടി. കിട്ടിയില്ലേ മക്കളെ? അപ്പൊ വാദങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. പിന്നെ പഠിക്കേണ്ടത് ഒന്ന് എന്താണ്? ഗോത്രങ്ങളാണ്. ഭാഷാ ഗോത്രങ്ങൾ, ഭാഷാ കുടുംബങ്ങൾ. ഇൻഡോ യൂറോപ്യൻ ഗോത്രം, സെമറ്റിക് ഗോത്രം, ഹാമറ്റിക് ഗോത്രം, ആസ്ട്രിക് ഗോത്രം, ബാണ്ടു ഗോത്രം, ദ്രാവിഡ ഗോത്രം. ഓരോ ഗോത്രത്തിലും ഉൾപ്പെടുന്ന ഭാഷകൾ ഏതൊക്കെയാണ് എന്നുള്ളത് പഠിച്ചു വെക്കണം. ഓക്കെ, ക്ലിയർ അല്ലേ? ഓരോ ഗോത്രത്തിലും ഉൾപ്പെടുന്ന ഭാഷകള്. പിന്നെ ഭാഷാശാസ്ത്രവുമായിട്ട് ചോദ്യം വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഏതാണ്? കക്ഷ്യാവിഭജനാണ്.
എത്ര കക്ഷികളായിട്ട് വിഭജിച്ചിരിക്കുന്നു? ഈ അടുത്ത ആരോ എന്നോട് അതിന് ഡൗട്ട് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എത്ര കക്ഷികളായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത് മക്കളെ? എത്ര കക്ഷികളായിട്ട് നമ്മൾ വിഭജിച്ചിരിക്കുന്നു? ഭാഷയുടെ ഘടനയിലുള്ള വ്യത്യാസത്തെ മുൻനിർത്തിക്കൊണ്ട് 5 കക്ഷിയാ. പ്രാകൃതം, സംശ്ലിഷ്ടം, വൈകൃതം, സംഘടിതം, അപഗ്രഥിതം. മലയാളം ഇതിൽ ഏതിൽ പെടുന്നു? മലയാളം ഇതിൽ ഏതിൽ പെടുന്നു? മലയാളം ഏതിൽ പെടുന്നു? മലയാളം ഏത് കക്ഷിയാ? സംശ്ലിഷ്ട കക്ഷിയാണ്. ഇംഗ്ലീഷ് ഏത് കക്ഷിയാ? ഇംഗ്ലീഷ്, അറബി, ഹീബ്രു, സംസ്കൃതം എന്നിവയെല്ലാം ഏതാണ്? വൈകൃത കക്ഷിയാണ്. ഒരു വാക്യത്തെ അപ്പാടെ ഒറ്റപ്പദമാക്കി ഉപയോഗിക്കുന്നത് ഏത് കക്ഷിയാ? ഒറ്റപ്പദമാക്കുക. ഒരു വാക്യത്തെ അപ്പാടെ ഒറ്റ പദമാക്കുക, ഒന്നിച്ചു ചേർക്കുക, സംഘടിപ്പിക്കുക. അത് സംഘടിത കക്ഷിയാണ്. അല്ലേ? യെസ്, അത് സംഘടിത കക്ഷിയാണ്. വൈകൃത കക്ഷി എന്ന് പറഞ്ഞാൽ എന്താ? പദഘടനയെ പ്രകൃതിയായും ഭിന്നാർത്ഥങ്ങളുള്ള പ്രത്യയങ്ങളായും വേർതിരിച്ച് കണക്കാക്കാനൊന്നും കഴിയില്ല. അത്തരത്തിലുള്ള കക്ഷിയാണ് ഏത്? വൈകൃത കക്ഷിയാ. സംസ്കൃതം, ഇംഗ്ലീഷ് ഒക്കെ അതിന്റെ ഉദാഹരണങ്ങളാണ്. സംശ്ലേഷിക്കുക എന്ന് വെച്ചാൽ എന്താ? കൂടിച്ചേരുക, അല്ലെ? പ്രകൃതിയും പ്രത്യയവും ചേർന്നിരിക്കുക. അതാണ് ഏത് കക്ഷിയാ? സംശ്ലിഷ്ട കക്ഷിയാ. പ്രാകൃത കക്ഷിയ എന്ന് പറയുന്നത് എന്താണ്? പ്രത്യയങ്ങൾ കൊണ്ട് പ്രകൃതിക്ക് എന്ത് വരുന്നില്ല? രൂപഭേദങ്ങളൊന്നും വരുന്നില്ല. പ്രകൃതിക്ക് പ്രാധാന്യമുള്ള ഭാഷ, അതാണ് ഏത്? പ്രാകൃത കക്ഷ്യ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് വ്യത്യാസം സൂചിപ്പിക്കാനായിട്ട്? പ്രത്യയങ്ങൾ ചേരുന്നില്ല, പ്രത്യയങ്ങൾ കൊണ്ട് രൂപഭേദം വരുന്നില്ല. അതാണ് ഏത് കക്ഷ്യ? പ്രാകൃത കക്ഷ്യ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ എന്തുമായി? ഭാഷാശാസ്ത്രവും ആയി. അപ്പൊ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. താങ്ക് യു ലേണേഴ്സ്. അപ്പൊ നിങ്ങൾക്ക് എത്ര സ്കോർ കിട്ടി എന്ന് കമന്റ് ചെയ്യണേ. താങ്ക് യു.